നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാ പ്രേക്ഷകർക്കും രാവിലെയിലേക്ക് സ്വാഗതം. എല്ലാവരുടെയും ഇന്നത്തെ ദിവസം അത് സന്തോഷമുള്ളതായിരിക്കട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിക്കുകയാണ്. കുറച്ച് ദിവസങ്ങളിലെ പോലെ തന്നെ ഇന്ന് നമ്മുടെ പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് അത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ്. രാഹുൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷ ഇന്നാണ് ജാമ്യാപേക്ഷയിൽ വിധി വരുന്നത്. വരും ബുള്ളറ്റിനുകളിൽ അത് എന്താകും വാർത്തയുടെ അപ്ഡേഷൻ എന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട നിരവധി വാർത്തകളും നമുക്കിന്നുണ്ട്. അതിലേക്കൊക്കെ നമുക്ക് പോകാം. പ്രധാന വാർത്തകൾ. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ തന്നെ. മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. ഇരയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷയിൽ വാദം തുടരും. കേസ് പരിഗണിക്കുക തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. പുട്ടിനായി രാഷ്ട്രപതി ഒരുക്കിയ അത്താഴ വിരുന്നിൽ പങ്കെടുത്ത് ശശി തരൂർ. കോൺഗ്രസ് നേതാക്കൾക്ക് അതൃപ്തി. ക്ഷണത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ലെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. കൊല്ലം കൊട്ടിയത്തെ ദേശീയപാത തകർന്നതിൽ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം. ദേശീയപാത അതോറിറ്റി അധികൃതരിൽ നിന്ന് വിശദീകരണം തേടും. NHAI വിദഗ്ധ സംഘം സ്ഥലം സന്ദർശിക്കും. ഇൻഡിഗോ വിമാന പ്രതിസന്ധിയിൽ അന്വേഷണം തുടങ്ങി വ്യോമയാന മന്ത്രാലയം. 4 അംഗ സമിതിക്ക് മുൻപാകെ ഇൻഡിഗോ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തും. ഇന്നും വിമാന സർവീസുകൾ മുടങ്ങും. ഫിഫയുടെ പ്രഥമ സമാധാന പുരസ്കാരം ഡൊണാൾഡ് ട്രംപിന്. ലോക സമാധാനത്തിന് ട്രംപ് മഹത്തായ സംഭാവനകൾ നൽകിയെന്ന് ഫിഫ പ്രസിഡന്റ്. തന്റെ ജീവിതത്തിലെ മികച്ച ബഹുമതികളിൽ ഒന്നെന്ന് ട്രംപ്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 3-ാം ഏകദിനം ഇന്ന്. മത്സരം ഉച്ചയ്ക്ക് 1:30 വിശാഖപട്ടണത്ത്. ഇരു ടീമുകൾക്കും നിർണായകം. വാർത്തകളിലേക്ക് വിശദമായി വരുമ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് വളരെയധികം നിർണായകമായൊരു ദിവസമാണ്. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുകയാണ്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയതിനെ തുടർന്നാണ് രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചത്. അറസ്റ്റ് ഒഴിവാക്കിയാൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരായി എല്ലാ തെളിവുകളും നൽകാൻ തയ്യാറാണെന്ന് ഹർജിയിൽ പറയുന്നുണ്ട്. ഒളിവിൽ തുടരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ 10ാം ദിവസവും പ്രത്യേക അന്വേഷണ സംഘത്തിന് പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. കൂടുതൽ വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, ഗുഡ് മോർണിംഗ്. രാഹുലിന് ഇന്ന് അതിനിർണായകമായൊരു ദിവസമാണ്. രാഹുലിനെ തുണയ്ക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ഒഴിവാക്കിയാൽ എല്ലാ തെളിവുകളും ഹാജരാക്കാം എന്നുള്ള ഒരു പരാമർശമാണ് ഹർജിയിലെ. അത് എത്രത്തോളം രാഹുലിനെ തുണയ്ക്കാനുള്ള സാധ്യതയുണ്ട്? ഗുഡ് മോർണിംഗ്. ഇന്ന് വളരെ നിർണായകമായ ഒരു ദിവസം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഹൈക്കോടതിയിലുള്ളത്. കാരണം ഇതിൽ തിരുവനന്തപുരം സെഷൻസ് കോടതി ജാമ്യ ഹർജി തള്ളിയതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ഹൈക്കോടതിയിലേക്ക് മുൻകൂർ ജാമ്യം സംബന്ധിയായ കാര്യങ്ങൾക്ക് വേണ്ടി ഹർജിയുമായിട്ട് രാഹുൽ എത്തിയിരിക്കുന്നത്. ഏതായാലും കോടതി ഇന്ന് കേസ് പരിഗണിക്കുന്നു. സിംഗിൾ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഉന്നയിക്കുന്നത് തനിക്ക് സാവകാശം നൽകണം, അറസ്റ്റ് ഒഴിവാക്കിയാൽ മുഴുവൻ തെളിവുകളും നൽകാമെന്നതടക്കമുള്ള കാര്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടം കോടതിയിൽ വാദമുഖമായിട്ട് ഉന്നയിക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇതിന് രാഷ്ട്രീയപരമായ ഗൂഢാലോചനയുണ്ട് എന്നൊരു ഇരവാദം കൂടിയെല്ലാം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതിൽ തനിക്ക് ഇത്തരം കാര്യങ്ങൾ തെളിയിക്കാൻ തനിക്ക് കഴിയും, ഇതിനുള്ള എല്ലാ തെളിവുകളും തൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് തന്നെയാണ് താൻ ഈ കേസിൽ സാവകാശം ആവശ്യപ്പെടുന്നത് എന്നതടക്കമുള്ള വാദങ്ങൾ ഉന്നയിക്കുന്നു. പ്രത്യേകിച്ച് പറയുന്നത് ഈ പെൺകുട്ടി പരാതി നൽകാൻ വൈകി. ഈ പരാതി നൽകാൻ വൈകുന്നതിന് കാരണം മറ്റ് പലതുമായി അവിടെയാണ് ഈ രാഷ്ട്രീയപരമായ ഗൂഢാലോചനയടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ കൂട്ടിച്ചേർക്കപ്പെടുന്നത്. അങ്ങനെ പല കാര്യങ്ങളും ഇതിൽ നടന്നിട്ടുണ്ട്. ഇതിന് തനിക്ക് ചില ഡിജിറ്റൽ തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങൾ തനിക്ക് നൽകാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഈ യഥാർത്ഥ വസ്തുതകൾ തനിക്ക് പുറത്തു കൊണ്ടുവരാനായിട്ട് കഴിയും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടം ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തനിക്ക് സാവകാശം വേണം, അതിന് അറസ്റ്റ് ഒഴിവാക്കി തരണമെന്ന് കോടതിയോട് നേരത്തെ സെഷൻസ് കോടതിയിലും സമാനമായ രീതിയിൽ തന്നെയാണ് അപേക്ഷ സമർപ്പിച്ചത്. ഇത് തന്നെയാണ് ഹൈക്കോടതിയിലേക്കും നൽകുന്നത്. അവിടെയും പറയുന്നത് തനിക്ക് സാവകാശം നൽകിയാൽ തനിക്കെതിരെ വന്നിട്ടുള്ള ഈ ആക്ഷേപങ്ങളുടെ ഈ ആരോപണങ്ങളുടെ നിജസ്ഥിതി ബോധ്യപ്പെടുത്താൻ തനിക്ക് കഴിയുമെന്നതടക്കമുള്ള കാര്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടം ഉന്നയിക്കുന്നത്. അതിൽ പ്രധാനമെന്ന് പറയുന്നത് ഈ അറസ്റ്റ് ഒഴിവാക്കണം എന്ന രീതിയിലുള്ള ഈ അപേക്ഷ തന്നെയാണ്. ഏതായാലും കോടതി ഇന്ന് അത് പരിഗണിക്കുന്നു. ഇതിൽ കോടതി എന്ത് നിലപാടാണ് എടുക്കുക എന്നതെല്ലാമാണ് ഇനി അറിയേണ്ടത്. ഉപാധികൾ വേണം, അല്ലെങ്കിൽ ചില
ഈ ഉപാധികളോടെയോ മറ്റോ ജാമ്യം അനുവദിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതിക്ക് മുന്നിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനും അഭിഭാഷകർ ശ്രമിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ കേസിൽ ഇപ്പോൾ നിലവിൽ രാഹുൽ മാങ്കൂട്ടം ഒളിവിൽ തന്നെയാണ്. കഴിഞ്ഞ ഈ കേസ് ഉയർന്നു വന്ന് പോലീസ് കേസെടുത്തതിന് തൊട്ടു പിന്നാലെ ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടം MLA ഇതുവരെയും പോലീസിനെ കൃത്യമായി ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ്. രാഹുൽ എവിടെയാണ് ഒളിവിൽ കഴിയുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ എപ്പോഴും പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കൂടുതലായ നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. കടുത്ത നടപടികളിലേക്ക് അടക്കം പോലീസ് നീങ്ങുന്നു എന്ന് തന്നെ വ്യക്തമായ സൂചനയുണ്ട്. ഒപ്പം ഈ നേരത്തെയും ആരോപണം ഉന്നയിച്ച ആ പെൺകുട്ടി, ഒരു രണ്ടാമത് പരാതിയുമായി വന്ന പെൺകുട്ടിയുടെ മൊഴിയെടുക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തലവനെ നിയോഗിച്ചിട്ടുണ്ട്. അവർ വഴി തന്നെ അജി പൊങ്കുഴി വഴി തന്നെ മൊഴിയെടുക്കാനുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇതുവരെ അവർ ടെലിഫോണിൽ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഏതായാലും മൊഴി നൽകുക എന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ പരാതി കൂടി സ്വാഭാവികമായത് രജിസ്റ്റർ ചെയ്യപ്പെടാനുള്ളൊരു സാധ്യത തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. രണ്ടാമത്തെ കേസ് കൂടി രജിസ്റ്റർ ചെയ്യപ്പെട്ടേക്കാം. ഏതായാലും ഇക്കാര്യത്തിൽ വളരെ നിർണായകം ഹൈക്കോടതിയിലേക്ക് വന്നിരിക്കുന്ന ഈ മുൻകൂർ ജാമ്യ ഹർജി തന്നെയാണ്. കോടതി അതിലെ വിശദാംശങ്ങൾ പരിശോധിക്കും. പ്രത്യേകിച്ച് പ്രോസിക്യൂഷൻ കഴിഞ്ഞ തവണ എതിർത്ത ഗ്രൗണ്ട്, അത് വളരെ കൃത്യമായിട്ട് പ്രോസിക്യൂഷൻ അത്തരം കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതിൽ ജാമ്യം നൽകരുത്, വളരെ ഹീനമായ ഒരു കുറ്റമാണ് നടന്നിരിക്കുന്നത്, അതിൽ ഇയാളുടെ ഒരു ഇടപെടൽ സംശയാസ്പദമായിട്ട് തന്നെ തെളിഞ്ഞിരിക്കുകയാണ്. അത്തരം കാര്യങ്ങൾ അത്തരം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയെല്ലാം ചെയ്ത് ഗർഭചിത്രം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഈ MLA യുടെ ഇടപെടൽ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വളരെ നിർബന്ധിതമായാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് എന്നത് പെൺകുട്ടിയടക്കം മൊഴി നൽകിയിട്ടുണ്ട്, പരാതിയുമായിട്ട് നൽകിയിട്ടുണ്ട്, രഹസ്യമൊഴി ഈ കേസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും അത്തരം കാര്യങ്ങൾ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തും വളരെ സുശക്തമായി നിലനിൽക്കുകയാണ്. എന്തായാലും ഹൈക്കോടതി ഇന്ന് കേസ് രാവിലെ തന്നെ പരിഗണിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദാനി, അതുപോലെ തന്നെ ഈ രാഹുലിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 10 ദിവസമായി ഇന്നത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയിട്ട് എന്തുകൊണ്ട് രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു വലിയ ചോദ്യം, ഇത്രയും ദിവസമായിട്ടും എന്തുകൊണ്ട് രാഹുലിനെ പിടികൂടാൻ പോലീസിന് സാധിക്കുന്നില്ല എന്നുള്ള വലിയൊരു ചോദ്യം അവിടെ നിലനിൽക്കുകയാണ്. അതിന് പിന്നിൽ ചില രാഷ്ട്രീയ നീക്കങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പിനോട് അടുപ്പിച്ച് തെരഞ്ഞെടുപ്പിന്റെ ദിവസത്തിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്ത് അതിൽ സ്വർണ്ണക്കൊള്ള പോലുള്ള വിവാദങ്ങൾ അതിൽ മുക്കിക്കളയുക എന്നൊരു ലക്ഷ്യം സർക്കാരിനുണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉയരുന്നുണ്ട്. ഏതായാലും ഇത് വലിയൊരു രാഷ്ട്രീയ വിഷയമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആർക്കും തന്നെ അത്തരം കാര്യങ്ങൾ ഒരു ചോദ്യവും ഉന്നയിക്കേണ്ടത്. കാരണം അത്ര കണ്ട സജീവമായിട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങൾ, ഏതാണ്ട് ഒളിവിൽ പോയ അന്ന് മുതൽ തന്നെ ഇത് വീണ്ടും സജീവമാകുകയാണ്. ഒരു ഘട്ടത്തിൽ, ആദ്യഘട്ടത്തിൽ ഇത്തരം പരാതികൾ വരുമ്പോൾ തന്നെ അതിൽ ഇത് വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു. പക്ഷേ അന്ന് പല ഡിഫൻസുമായിട്ട് പലരും തന്നെ രാഹുലിനെ അനുകൂലിച്ചുകൊണ്ടും കാര്യങ്ങളും എല്ലാം തന്നെ വന്നിരിക്കുകയും ചെയ്യുന്നു. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ പെൺകുട്ടി പരാതി നൽകാൻ തയ്യാറായി പിന്നീട് കേസെടുക്കുമ്പോൾ ഇത്തരം വാദങ്ങൾ കുറച്ച് ദുർബലമാകുന്നു. ഈ രീതിയിലേക്ക് രാഹുലിനെ അനുകൂലിക്കുന്നവരുടെ ഒരു ശക്തി കുറയുകയും ചെയ്തു. പിന്നീട് ഈ സെഷൻസ് കോടതി ജാമ്യ ഹർജി തള്ളിയപ്പോൾ തന്നെ നടപടിയെടുത്തുകൊണ്ട് കോൺഗ്രസ് മുഖം രക്ഷിക്കുന്ന നടപടികളിലേക്കെല്ലാം തന്നെ അടിയന്തര ഇടപെടലിലേക്ക് നീങ്ങി. ഇതെല്ലാം നടന്നത് തന്നെ കൃത്യമായും രാഷ്ട്രീയ ഒരു നീക്കങ്ങൾ ഇതിന് അപ്പുറത്തും ഇപ്പുറത്തുമെല്ലാം തന്നെ ഉണ്ടെന്ന് നിരീക്ഷിക്കപ്പെട്ടിരിക്കുന്നു. കാരണം ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. കാരണം അതിൽ ഇനി ദിവസങ്ങൾ മാത്രമാണ് ഇതിന് മുന്നിലുള്ളത്. കൃത്യമായി പ്രതിരോധിക്കാനോ കാര്യങ്ങളോ ഒന്നും കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പോൾ ഈ അറസ്റ്റ് നടപടികളടക്കം വൈകിക്കുന്നത് മനഃപൂർവ്വമാണ് എന്ന ഒരു രീതിയിലുള്ളൊരു വിമർശനം ഉയരുമ്പോൾ ഇത് ഒളിപ്പിച്ചത് ആരാണെങ്കിലെങ്കിൽ പിന്നെ അവർക്ക് കൊണ്ടുവന്ന് നിർത്തിക്കൂടെ എന്ന മറുചോദ്യമെല്ലാം തന്നെ തിരിച്ചുയരുന്നു. അപ്പോൾ ഈ രീതിയിലേക്ക് പോകുന്നു. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഇതിന് തടയിടാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കീഴടങ്ങാൻ കോൺഗ്രസ് നേതാക്കൾക്ക് നിർബന്ധിച്ചുകൂടാ, അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അത്തരം കാര്യങ്ങൾ നൽകിക്കൂടാ എന്നതെല്ലാം തന്നെ ഉയരുന്നൊരു ചോദ്യം തന്നെയാണ് ഇരു ഭാഗങ്ങളിലും. അതെന്ത് തന്നെയായാലും വലിയ രീതിയിലുള്ള വിവാദങ്ങൾ കത്തി നിൽക്കുന്നൊരു സമയത്ത് തന്നെയാണ്. നമുക്കറിയാം ശബരിമല ഈ സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെയധികം പ്രതിരോധത്തിലേക്ക് സർക്കാർ പോകുന്നു, ഇടതു മുന്നണി പോകുന്നത് അടക്കമുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. അതിനിടയിലാണ് ഇതിനെല്ലാം തന്നെ പൊതിയുന്ന രീതിയിലേക്ക് മറ്റൊരു വിവാദം ഉയർന്നു വരുന്നത്. കാരണം അത്രമേൽ നേരത്തെ ആ വാദം ഉയർന്നുവെങ്കിലും അത് ഒരു സജീവമല്ലാത്ത ഒരു അഗ്നിപർവ്വതം പോലെ തന്നെ അത് പതുക്കെ അത് ഇല്ലാതാകുന്നു എന്നൊരു സംശയം ഉയരുകയും രാഹുൽ മാങ്കൂട്ടം പാലക്കാട് തന്നെ മണ്ഡലത്തിൽ തന്നെ വളരെ സജീവമായിട്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിക്കുകയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സജീവമായി ഇടപെട്ടുകൊണ്ട് പ്രചാര രംഗത്തേക്ക് കടക്കുകയും എല്ലാം ചെയ്തൊരു ഘട്ടമുണ്ട്. അതിനുശേഷമാണ് വീണ്ടും ഈ കേസും
പുകഞ്ഞു തുടങ്ങുന്നത്, സജീവമാകുന്നത്, വലിയൊരു പൊട്ടിത്തെറിയുടെ വക്കിലേക്ക് എത്തുന്നത്, ഇപ്പോൾ അതിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിലേക്ക് വന്നിരിക്കുകയും ചെയ്യുകയാണ്. MLA ഒളിവിൽ പോകുന്നൊരവസ്ഥയിലേക്ക് വരുന്നു. ഇപ്പോൾ അദ്ദേഹത്തെ തേടി പോലീസ് നടക്കുന്നു എന്നെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് സ്ഥിരമായി ഇതെല്ലാം മുന്നിൽ നിർത്തുന്നു. എവിടെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എവിടെ പ്രസംഗിച്ചാലും ഈ വിഷയം പരാമർശിക്കാതെ കടന്നു പോകില്ല ഇടതുമുന്നണി എന്ന രീതിയിലേക്ക് വരുന്നു. ഇതിനെ എല്ലായിടത്തും തന്നെ കഷ്ടപ്പെട്ട് പ്രതിരോധിക്കേണ്ട അവസ്ഥയിലേക്ക് UDF നേതാക്കൾ ഒന്നടങ്കം മാറുന്ന സ്ഥിതിയിലേക്കെല്ലാം തന്നെ മാറുന്നു. അങ്ങനെ പൊതുവിൽ ഇത് വളരെ ലൈംലൈറ്റിൽ നിൽക്കുന്ന ഒരു വിഷയമായിട്ട് തന്നെ ഇപ്പോഴും തന്നെ തുടരുകയാണ്. ഇനി അടുത്ത ദിവസങ്ങളെല്ലാം തന്നെ തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകം തന്നെയാണ്. താഴെത്തട്ടിലുള്ള പ്രചാരണ രംഗത്ത് പോലും ഈ വിഷയം അത്ര കണ്ട് സജീവമായി വരുന്നു. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശബരിമല വിഷയം അടക്കമുള്ള കാര്യങ്ങൾ ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനു മുകളിൽ പൊതിഞ്ഞു തീർത്ത് അതാണ് ഇപ്പോൾ വളരെ സജീവമായി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ച ചെയ്യുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇന്ന് കോടതിയിൽ നിന്ന് എന്ത് ഏൽക്കുന്നു എന്നതാണ്, കോടതിയിൽ നിന്ന് എന്ത് പറയുന്നു എന്നതാണ്. അതിൽ വലിയ തിരിച്ചടികളുണ്ടാകുമോ, പരാമർശങ്ങളുണ്ടാകുമോ, ഇതെല്ലാം തന്നെയും അതും അടുത്ത വിഷയമായിട്ട് ഉയർന്നു വരുമെന്ന കാര്യത്തിൽ സംശയവുമില്ല. ഡാനി, അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ പരാതി, അതിൽ കൂടുതൽ നീക്കങ്ങൾക്ക്, കൂടുതൽ അന്വേഷണത്തിന് അന്വേഷണ സംഘം ഒരുങ്ങുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. യുവതിയുടെ മൊഴി കൂടി രേഖപ്പെടുത്തിയാൽ അത് രാഹുലിന് കൂടുതൽ കുരുക്കാകില്ലേ? രാഹുൽ ഇനി അതിൽ നിന്ന് കൂടി പുറത്തു കടക്കാൻ രാഹുലിന് സാധിക്കാത്ത ഒരവസ്ഥ വരും. അപ്പോൾ അതിനി രാഹുലിന് ഏതൊക്കെ രീതിയിലായിരിക്കും ബാധിക്കുക? ഈ കേസ് ഒരുപാട് സങ്കീർണതകൾ നിറഞ്ഞതാണ്. കാരണം ഈ നിലവിലുള്ള കേസ് അത് അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള കുരുക്കിലേക്ക് നീങ്ങുന്നു. അതിനൊപ്പം തന്നെയാണ് പുതിയൊരു പരാതി വരുന്നത്. ഒന്നിൽ നിന്ന് രക്ഷപ്പെടാൻ ആകാത്ത രീതിയിലേക്ക് ഒരു ചതുപ്പിലേക്ക് ആണ്ടുപോകുന്ന അവസ്ഥയിലേക്കാണ് അടുത്ത കേസ് ഉയർന്നു വരുന്നത്. ആദ്യഘട്ടത്തിൽ അത് ഒരു പരാതി മാത്രമെന്ന രീതിയിലേക്ക് വരികയും കോൺഗ്രസ് നേതാക്കൾ പറയും തങ്ങളത് കൈമാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഒരു രാഷ്ട്രീയപരമായി സമീപിക്കും. തങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്, മറ്റു പാർട്ടിക്കാർ അങ്ങനെയല്ല, തങ്ങൾ ഏതായാലും ഈ പരാതി കൃത്യമായി തന്നെ പോലീസ് അധികാരികൾക്ക് കൈമാറിയിട്ടുണ്ട്, നടപടികൾ എടുക്കട്ടെ എന്നതെല്ലാം തന്നെ പറയുമ്പോൾ അതിൽ കൂടുതൽ നടപടികളിലേക്ക് നീങ്ങാൻ, കൃത്യമായ നടപടികളിലേക്ക്, നിയമ നടപടികളിലേക്ക് നീങ്ങാനുള്ള നിർദ്ദേശമാണ് പിന്നീട് അവർക്ക് അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത്. അതിൽ അന്വേഷണ സംഘത്തിന് തന്നെ നിയോഗിക്കപ്പെടുന്നു. അവർ ഈ പെൺകുട്ടിയെ ട്രാക്ക് ചെയ്യുകയും അവരുടെ മൊഴി നൽകുക. ഈ കേസിൽ ഇത് പരാതി എടുക്കേണ്ട കേസ് തന്നെയാണ്. അതുകൊണ്ട് ഗുരുതര സ്വഭാവമുള്ളൊരു കേസാണ്. അവർക്ക് പരാതിയുമായിട്ട് മുന്നോട്ട് വരേണ്ടതുണ്ട് എന്ന് അവരെ തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന രീതിയിലേക്ക് അന്വേഷണ സംഘം അടക്കം കാര്യങ്ങൾ അവർക്ക് വിശദീകരിച്ചു കൊടുത്തു. അതിൽ അവർ പരാതിപ്പെടുക, ഔദ്യോഗികമായിട്ട് തന്നെ പരാതിയിലേക്ക് നീങ്ങുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അവരെ ടെലിഫോണിൽ ബന്ധപ്പെടുകയും ആദ്യഘട്ട ഒരു വിശദീകരണമെല്ലാം തന്നെ ഈ പെൺകുട്ടി അന്വേഷണ സംഘത്തിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഔദ്യോഗികമായി ആ പരാതി രേഖപ്പെടുത്തുക എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അത് അന്വേഷണ സംഘം നേരിട്ട് ചെന്ന് മൊഴിയെടുക്കാനുള്ളൊരു സാധ്യതകൾ തന്നെയാണ് വളരെ സജീവമായി നിൽക്കുന്നത്. ഏതായാലും പരാതി ഔദ്യോഗികമായിട്ട് തന്നെ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് തന്നെ പോലീസിലേക്ക് തന്നെ എത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ സംഘടനയ്ക്കാണ് നൽകിയിരിക്കുന്നത്, ഇനി പോലീസിലേക്ക് പരാതി എത്തുന്നു. ഏതായാലും ഇത് വലിയ രീതിയിലേക്ക് പ്രതിസന്ധികളിൽ നിന്ന് പ്രതിസന്ധിയിലേക്ക് രാഹുൽ മാങ്കൂട്ടം നീങ്ങുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, ഡാൻ ഇപ്പോഴാണ് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നത്. ഡാൻ കുര്യൻ കൂടി നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഡാൻ, ഇതിപ്പോൾ കോൺഗ്രസ് പൂർണ്ണമായും രാഹുലിനെ കൈയൊഴിഞ്ഞിരിക്കുന്നു. ഇനി കോൺഗ്രസിനെ ഇതിന്റെ പേരിൽ വിമർശിക്കുക എന്നത് ആരെക്കൊണ്ടും സാധിക്കുന്ന ഒരു കാര്യമല്ല. അതുപോലെ തന്നെ രാഹുൽ ബാംഗ്ലൂരിലാണ്, കർണാടകയിലാണ് ഒളിവിൽ കഴിയുന്നത് എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അവിടെ ചില കോൺഗ്രസ് നേതാക്കളുടെ സഹായമൊക്കെ രാഹുലിന് ലഭിച്ചിരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അങ്ങനെയെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ് പൂർണ്ണമായി കൈയൊഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ ഇനി രാഹുലിന് അങ്ങനെ ഒരു സഹായം അവിടെ നിന്ന് ലഭിക്കാനുള്ള സാധ്യതയും കുറയുകയല്ലേ? അത് നമുക്ക് പൂർണ്ണമായി ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. കാരണം വലിയ സമ്മർദ്ദങ്ങളെ തുടർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ടി വന്നത്. അങ്ങനെ പുറത്താക്കേണ്ടി വന്നെങ്കിലും രാഹുലിന് പാർട്ടിയിലെ പല നേതാക്കളുമായുള്ള വ്യക്തിബന്ധം അത് അത്ര പെട്ടെന്ന് അറുത്ത് മാറ്റാൻ കഴിയുന്ന തരത്തിലുള്ള ബന്ധമല്ല. വളരെ അടുത്ത സൗഹൃദങ്ങളായിരുന്നു. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സൗഹൃദങ്ങൾ കർണാടകയിലെ യുവ നേതാക്കളുമായി അടക്കം രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടാകാനാണ് സാധ്യത. കാരണം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് ഒക്കെ ഇരിക്കുകയും മാത്രമല്ല മറ്റ് പല സംഘടനാ ചുമതലകളുമായി ബന്ധപ്പെട്ട് മറ്റ് സംസ്ഥാനങ്ങളിലെ ഭാരവാഹികളുമൊക്കെയായി
വളരെ അടുത്ത ബന്ധം ഉണ്ടായിരുന്ന ആളാണ് രാഹുൽ. ആ ഒരു പശ്ചാത്തലത്തിൽ ആ ബന്ധങ്ങൾ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ രാഹുൽ മങ്കൂട്ടത്തിൽ പ്രയോജനപ്പെടുത്താൻ തയ്യാറാവുകയും അതിന് മറ്റുള്ളവർ സമ്മതം അറിയിക്കുകയും ചെയ്താൽ അത് തീർച്ചയായിട്ടും രാഹുൽ മങ്കൂട്ടത്തിന് വളരെ അനുകൂലമായ ഒരു സാഹചര്യം അവിടെ ഒരുക്കും സുരക്ഷിതമായി കഴിയാൻ. അതുകൊണ്ടാണ് പോലീസ് ഇത്രയധികം വലിയ തെരച്ചിൽ വ്യാപകമായി നടത്തിയിട്ടും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇന്ന് 10ാം ദിവസമാണ്. 10 ദിവസമായിട്ടും രാഹുൽ എവിടെയെന്ന് കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ കഴിയാതെ പോകുന്നത്. ഒരുപക്ഷെ രാഹുൽ ഉണ്ടെന്ന സംശയത്തിൽ അന്വേഷണ സംഘം എത്തുന്ന സ്ഥലങ്ങളിൽ നിന്ന് വളരെ പെട്ടെന്ന് രാഹുലിന് രക്ഷപ്പെടാൻ കഴിയുന്നത് പോലും കൃത്യമായ ഈ സഹായം ലഭ്യമാകുന്നതുകൊണ്ടാണ്. കാരണം രാഹുൽ പുറത്തിറങ്ങിയാൽ തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ വാർത്ത മറ്റു ഇടങ്ങളിലൊക്കെ പ്രചരിച്ചിട്ടുണ്ട്. എന്നിട്ട് എങ്ങനെ ഇത്രയും ദിവസം രാഹുലിന് ഒളിവിൽ കഴിയാൻ കഴിയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെയാണ് ഈ അത്രയും സ്വാധീനമുള്ള ആരുടെയോ സഹായം പുറത്തുനിന്ന് രാഹുലിന് ലഭിക്കുന്നുണ്ടെന്ന് സംശയം ബലപ്പെടുത്തുന്നത്. അതെന്തായാലും ഇന്ന് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ അതിൽ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നിരീക്ഷണങ്ങൾ കൂടി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാകും അന്വേഷണ സംഘത്തിന്റെ തുടർ നീക്കങ്ങൾ ഉണ്ടാകാൻ പോവുക. അതായത് രാഹുലിന് ജാമ്യം നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇനി എത്ര നേരം ഇങ്ങനെ ഒളിച്ചു കഴിയും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതല്ല, ജാമ്യം ലഭിച്ചാൽ അത് താൽക്കാലികമായി എങ്കിലും രാഹുൽ മങ്കൂട്ടത്തിന് വലിയൊരു ആശ്വാസമായി മാറും. എന്തായാലും കർശന ഉപാധികളോടെ ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയാണ് രാഹുലിന്റെ അഭിഭാഷകരടക്കം ഇപ്പോൾ നോക്കിക്കാണുന്നത്. ശരി, ഡാനിപ്പോളും ഡാൻ കുര്യനുമാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗ പരാതി നൽകിയ യുവതിയെ സമൂഹ മാധ്യമത്തിൽ അധിക്ഷേപിച്ച കേസിൽ റിമാൻഡിൽ കഴിയുന്ന രാഹുൽ ഈശ്വറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്നും വാദം തുടരും. തിരുവനന്തപുരം അഡീഷണൽ CJM കോടതിയാണ് വാദം കേൾക്കുക. FIR വായിക്കുക മാത്രമാണ് വീഡിയോയിൽ ചെയ്തതെന്നും പരാതിക്കാരിയെ അവഹേളിക്കുന്നതൊന്നും ഇതിലില്ലെന്നുമാണ് രാഹുൽ ഈശ്വറിന്റെ വാദം. രാഹുൽ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും വീണ്ടും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നുമാണ് പ്രോസിക്യൂഷൻ വാദം. ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് രാഹുലിനെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുമ്പോൾ, കൊല്ലം കൊട്ടിയത്ത് ദേശീയപാത ഇടിഞ്ഞു താഴ്ന്ന സംഭവത്തിൽ ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത യോഗം ഇന്ന്. ദേശീയപാത അതോറിറ്റി അധികൃതരും യോഗത്തിൽ പങ്കെടുക്കും. സംഘത്തിൽ നിന്ന് ജില്ലാ കളക്ടർ വിവരങ്ങൾ തേടും. വിനീഷ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വിനീഷ്, വലിയ അപകടം സംഭവിച്ചേക്കാവുന്ന ഒരു കാര്യമായിരുന്നു കഴിഞ്ഞ ദിവസം സംഭവിച്ചത്. അതിൽ എന്തൊക്കെയാണ് യോഗത്തിൽ ചർച്ചയാവുക? അതുപോലെ തന്നെ എന്തുകൊണ്ടായിരിക്കും ഈ ദേശീയപാത ഇടിഞ്ഞു താണത് എന്ന തരത്തിൽ അതിലെന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? തീർച്ചയായും സംഭവത്തിൽ അടിയന്തര അന്വേഷണത്തിനാണ് മന്ത്രി മുഹമ്മദ് റിയാസ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ദേശീയപാത അതോറിറ്റി അധികൃതരിൽ നിന്നും വിശദമായിട്ട് വിശദീകരണവും തേടിയിട്ടുണ്ട്. ദേശീയപാത പ്രോജക്ട് ഡയറക്ടറും സൈറ്റ് എഞ്ചിനീയർമാരും കഴിഞ്ഞ ദിവസം തന്നെ സ്ഥലത്തെത്തുകയും അപകട കാരണം പരിശോധിക്കുകയൊക്കെ ചെയ്തിരുന്നു. തകർന്ന പാത അടിയന്തരമായി പുനർനിർമ്മിക്കുമെന്ന് അവർ ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ കരാർ കമ്പനിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടതായിട്ടാണ് ദേശീയ പാത അധികൃതർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത്. നിലവിൽ അവിടുത്തെ ഗതാഗതം പൂർണ്ണമായും നിലച്ച ഒരവസ്ഥയാണ്. ഇന്നലെ ഒരു 4 മണിക്ക് ശേഷമാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. ഈ അപകടത്തിൽ 4 വാഹനങ്ങളായിരുന്നു കുടുങ്ങിപ്പോയത്. പക്ഷെ ഇപ്പോൾ വാഹനങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം വലിയ ക്രെയിൻ ഉപയോഗിച്ച് അവിടുന്ന് നീക്കം ചെയ്യുകയും ചെയ്തു. നിർമ്മാണത്തിലിരുന്ന ദേശീയപാതയിൽ രൂപപ്പെട്ട വലിയൊരു ഗർത്തം സംരക്ഷണ ഭിത്തിക്ക് വിള്ളലുകൾ സംഭവിച്ചു. അതുപോലെ തന്നെ മണ്ണ് താഴേക്ക് ഇടിഞ്ഞിറങ്ങിയ സാഹചര്യം ഉണ്ടായി. റോഡിന്റെ അടിഭാഗത്തെ മണ്ണ് പൂർണ്ണമായും ഒലിച്ചുപോയി. അങ്ങനെയാണ് സർവീസ് റോഡിന്റെ വിള്ളലുകൾ സംഭവിച്ചതും വാഹനങ്ങൾ കുടുങ്ങിപ്പോവുകയൊക്കെ ചെയ്തത്. തകർന്ന റോഡിൽ സ്കൂൾ ബസ് അടക്കമായിരുന്നു കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ടത്. പക്ഷേ ആളപായം ഒന്നും തന്നെ ഇല്ലായിരുന്നു. വാഹനത്തിലുണ്ടായിരുന്നവരെല്ലാം തന്നെ സുരക്ഷിതമായിട്ട് മാറ്റുകയും ചെയ്തു. അപ്പോ ഈ റോഡിന്റെ പുനർനിർമ്മാണവും ഗതാഗതവും പുനഃസ്ഥാപിക്കുവാൻ വേണ്ടുന്ന നടപടികൾ സ്വീകരിച്ചു വരുന്നതായിട്ടാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു യോഗം കളക്ടർ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഇന്ന് കളക്ടറേറ്റിൽ കൂടും. അതിനുശേഷമാവും ഇതിന്റെ ഒരു പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ, തുടർന്നുള്ള നടപടിക്രമങ്ങളെ കുറിച്ചെല്ലാം അറിയാൻ കഴിയുക. വിനീഷ്, അതുപോലെ തന്നെ 3 പതിറ്റാണ്ട് മുമ്പ് റോഡ് ഉയർത്തി നിർമ്മിക്കാൻ ഒരു ശ്രമം ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അതിനനുയോജ്യമായ മണ്ണല്ല, സ്ഥലമല്ല എന്ന് കണ്ടെത്തലിനെ തുടർന്ന് അത് ഉപേക്ഷിക്കുകയായിരുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കൃത്യമായ പരിശോധന നടത്താതെയാണ് ഇവിടെ ദേശീയപാത നിർമ്മാണം നടന്നത് എന്ന് വേണം കരുതാൻ, അല്ലേ?
തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ഇതിന്റെ ഒരു നിർമ്മാണ വേളയിൽ തന്നെ തുടക്കത്തിൽ തന്നെ നാട്ടുകാർ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. കാരണം അവർക്കറിയാം ആ ഒരു ഭാഗത്ത് മണ്ണിന്റെ ഒരു ഘടന എങ്ങനെയാണ്. പക്ഷേ ശാസ്ത്രീയമായ യാതൊരു പരിശോധനകളും ഇല്ലാതെയാണ് അത്തരത്തിലുള്ള നിർമ്മാണം അവിടെ നടത്തിയത്. അപ്പോ വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു, ഇത് അശാസ്ത്രീയമായ നിർമ്മാണമാണ്, ഇത് വലിയ രീതിയിലുള്ള അപകടങ്ങൾക്ക് വഴിവെക്കുമെന്നെല്ലാം അന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഇതൊന്നും തന്നെ മുഖവിലക്കെടുക്കാതെയുള്ള നിർമ്മാണമാണ് നടന്നു വന്നിരുന്നത്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അശാസ്ത്രീയമായ നിർമ്മാണം തന്നെയാണ്. അതിന്റെ വലിയൊരു അപകടം തന്നെയാണ് കഴിഞ്ഞ ദിവസവും സംഭവിച്ചത്. തുടർന്നും വീണ്ടും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകളാണ് ഇനി നമ്മൾ എടുക്കേണ്ടത് എന്ന തരത്തിലുള്ള വിദഗ്ധർ തന്നെ കഴിഞ്ഞ ദിവസം പൊതുപ്രവർത്തകരടക്കം പറഞ്ഞിരുന്നു. ജില്ലാ കളക്ടർ അതുപോലെ തന്നെ പ്രേമചന്ദ്രൻ MP അടക്കം സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. അതുപോലെ തുടക്കത്തിൽ തന്നെ ഈ നാട്ടുകാരുടെ ഒരു പ്രതിഷേധം വലിയ രീതിയിൽ ഉണ്ടായിരുന്നു. കാരണം അവർ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെ റോഡിന്റെ സൈഡിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ട് പോലും ഇത് അധികൃതർ മുഖവിലക്കെടുത്തിരുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അപകടവും കൂടി ഉണ്ടായപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധം വീണ്ടും ഉയർന്നു വന്നിട്ടുണ്ട്. എന്തായാലും വീണ്ടും ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ തന്നെയാണ് വേണ്ടതെന്നാണ് നാട്ടുകാരുടെ ഒരു ആവശ്യം. ശരി, വിനീഷാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ ഇൻഡിഗോ വിമാന സർവീസുകൾ ഇന്നും റദ്ദാക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇന്നും 1000-ൽ താഴെ സർവീസുകൾ റദ്ദാക്കുമെന്ന് ഇൻഡിഗോ CEO പീറ്റർ എൽബർട്ട്സ് അറിയിച്ചു. വിമാന സർവീസുകൾ മുടങ്ങിയതിൽ വ്യോമയാന മന്ത്രാലയം ഉന്നത അന്വേഷണം ആരംഭിച്ചു. യാത്രക്കാരുടെ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം സജ്ജമാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിലാഷ്, 1000-ഓളം സർവീസുകൾ മുടങ്ങുക എന്ന് പറയുമ്പോൾ അത് യാത്രക്കാരെ വളരെയധികം ബാധിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. ഇതിൽ ഇൻഡിഗോ എന്ത് പരിഹാരമാണ് സ്വീകരിച്ചിട്ടുള്ളത്? അതുപോലെ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് യാത്രക്കാരെ അറിയിച്ചിട്ടുള്ളത് ഇൻഡിഗോ ഇതുമായി ബന്ധപ്പെട്ട്? അനുശ്രീ, ഇന്ത്യയിലെ ഏറ്റവും വലിയ വിമാന സർവീസാണ് ഇൻഡിഗോ. അവരുടെ വിമാന സർവീസുകൾ പകുതിയിലധികവും ഇപ്പോൾ ക്യാൻസൽ ചെയ്യുന്നൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾക്കാണ് ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നത്. അവർ രാജ്യത്തെ വിവിധ എയർപോർട്ടുകളിൽ വിമാനം കയറാനെത്തുന്നവർ വിമാനമില്ല എന്നറിയുന്നതോടുകൂടി, അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ അതായത് നാളെയൊക്കെ വിമാനത്തിൽ സഞ്ചരിക്കാനിരിക്കുന്നവർ ഇന്നലെ കഴിഞ്ഞ ദിവസമൊക്കെ അറിയുമ്പോൾ മറ്റ് വിമാനങ്ങൾ ബുക്ക് ചെയ്യാൻ നോക്കുമ്പോഴെല്ലാം വലിയ രീതിയിലുള്ള ടിക്കറ്റ് നിരക്കാണ് കാണുന്നത്. വലിയ രീതിയിൽ ടിക്കറ്റ് നിരക്ക് ഉയർന്നിരിക്കുന്നു. ഡൽഹിയിൽ നിന്ന് മുംബൈയിലേക്ക് പോകുന്നതിനൊക്കെ 3 ഇരട്ടിയാണ് ടിക്കറ്റ് റേറ്റ് ഇപ്പോൾ മറ്റ് വിമാന കമ്പനികൾ ചാർജ് ചെയ്യുന്നത്. അങ്ങനെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി യാത്രക്കാർ നേരിടുന്നുണ്ട്. ഇതിനെ മറികടക്കാനായിട്ട് എല്ലാ ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്യുന്ന, ഇൻഡിഗോയിലെ ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്യുന്നവർക്ക് മുഴുവൻ പണവും റീഫണ്ട് ചെയ്യുന്നതടക്കമുള്ള നടപടികളാണ് ഇൻഡിഗോ സ്വീകരിക്കുന്നത്. മാത്രമല്ല ഡിസംബർ 15 കൊണ്ട് തന്നെ എല്ലാ സർവീസുകളും പഴയ രീതിയിൽ കൊണ്ടെത്തിക്കാനുള്ള ശ്രമം നടത്തുന്നതായിട്ടാണ് ഇൻഡിഗോ അധികൃതർ പറയുന്നത്. മാത്രമല്ല ഇപ്പോൾ ക്രൂ ഡ്യൂട്ടി ടൈമുണ്ട്. അതായത് ഈ പൈലറ്റുമാർക്ക് കൃത്യമായി ആഴ്ചയിൽ 48 മണിക്കൂർ കൃത്യമായ വ്യായാമം നൽകുക, വിശ്രമം നൽകുക, അതുപോലെ തന്നെ അവരുടെ ഡ്യൂട്ടി ടൈം അത് ഒരുപാട് 12 മണിക്കൂറിലധികം ഒക്കെ നീണ്ടുപോകുന്നത് ഒഴിവാക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ടുണ്ടായിരുന്ന FDTL പ്രകാരം ഉണ്ടായിരുന്നത്. എന്നാൽ ആ FDTL താത്കാലികമായി മരവിപ്പിച്ചിരിക്കുകയാണ്. എയർ ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റ് അതിനുള്ള ഉത്തരവ് ഇറക്കിയിരിക്കുന്നു. ഡിസംബർ 15 വരെ ഇത് താത്കാലികമായെങ്കിലും ആ ഒരു പുതിയ ഡ്യൂട്ടി ടൈം മരവിപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഇൻഡിഗോയ്ക്ക് ഉണ്ടായ ഈ സംഭവം എന്താണ് ഇതിനുള്ളിൽ സംഭവിച്ചെന്നുള്ള കാര്യത്തിൽ അന്വേഷിക്കാനായിട്ട് ഒരു 4-അംഗ ഉന്നത അന്വേഷണ സമിതിയെ എയർ ഏവിയേഷൻ വകുപ്പ് ഇപ്പോൾ നിയമിച്ചിട്ടുണ്ട്. ഇന്ന് ഇൻഡിഗോയുടെ 4ഓളം ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തുമെന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. മാത്രമല്ല മറ്റ് ട്രെയിനിലടക്കം ഇപ്പോൾ യാത്ര ചെയ്യാനായിട്ട് രാജ്യത്തിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നതിന് ട്രെയിനുകളിൽ റെയിൽവേ കൂടുതൽ കോച്ചുകളെ ഏർപ്പെടുത്തുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അതായത് യാത്രക്കാർക്ക് നേരിടുന്ന പ്രശ്നങ്ങൾ ലഘൂകരിക്കാൻ ഏതൊക്കെ വഴിയാണോ സ്വീകരിക്കാൻ കഴിയുന്നത് അതെല്ലാം ചെയ്യുമെന്നുള്ള ഒരു നിലപാടിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഡിസംബർ 15-നകം തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടരും. കൂടാതെ ഇപ്പോഴത്തെ ഈ ക്ലൈമറ്റ്, കാലാവസ്ഥ, കനത്ത മൂടൽമഞ്ഞടക്കമുള്ള സാഹചര്യം കൂടി ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ, ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഇവർ എത്തിപ്പെടുകയാണ് ഉണ്ടായത്. മാത്രമല്ല ഏത് തരത്തിലാണ് ഈ ഡ്യൂട്ടി ടൈം ക്രമീകരിച്ചാൽ പോലും ഇപ്പോഴും അവർക്ക് പൈലറ്റിൻ്റെ കുറവുകളുണ്ട്. അത് ഏത് തരത്തിലാണ് ഈ ഇൻഡിഗോ ശരിയാക്കാൻ പോകുന്നതെന്നുള്ള കാര്യമടക്കം ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ FDTL ഇപ്പോൾ മരവിപ്പിച്ച നടപടി, ഏറ്റവും പുതിയ FDTL മരവിപ്പിച്ച നടപടി, അതിൽ പൈലറ്റുമാർ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. കാരണം തങ്ങൾ നിരന്തരമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം
സാഹചര്യമുണ്ട്. തങ്ങൾക്ക് വിശ്രമം ആവശ്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും പുതിയ ഒരു ജോലിക്രമം, അതായത് 48 മണിക്കൂർ വിശ്രമം എന്നുള്ളത് ആ ഒരു നടപടി മരവിപ്പിക്കുന്നതോടുകൂടി താങ്കൾ വീണ്ടും അധിക സമയം ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യം വരും. തങ്ങൾക്ക് വിശ്രമം ആവശ്യമാണ്. അപ്പോൾ അത് മരവിപ്പിക്കലെന്നുള്ളൊരു ആവശ്യം പൈലറ്റുമാരുടെ സംഘടന മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇവരുടെ എല്ലാം കൂടി ചർച്ച ചെയ്തിട്ടായിരിക്കും ഈ ഒരു പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാക്കുക. എന്തായാലും രാജ്യത്തെ വിവിധ എയർപോർട്ടുകളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്ന ഇൻഡിഗോ യാത്രികർ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ശരി, അഭിലാഷ് രാധാകൃഷ്ണനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. പുടിനായി രാഷ്ട്രപതി ഒരുക്കിയ വിരുന്നിൽ ശശി തരൂർ പങ്കെടുത്തതിൽ കോൺഗ്രസിന് കടുത്ത അതൃപ്തി. കേന്ദ്ര സർക്കാർ നടത്തുന്ന കളി കോൺഗ്രസ് നേതാക്കൾ തിരിച്ചറിയണമെന്നും അതിന്റെ ഭാഗമാകരുതെന്നും കോൺഗ്രസ് നേതാവ് പവൻ ഖേര തുറന്നടിച്ചു. അത്താഴ വിരുന്നിലേക്ക് ലോക്സഭ, രാജ്യസഭ പ്രതിപക്ഷ നേതാക്കളായ രാഹുൽ ഗാന്ധിക്കും മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കും ക്ഷണമുണ്ടായിരുന്നില്ല. There's no invite to both the LOPs, Mr. Kharge and Mr. Gandhi. This comes as a surprise, but I don't think we should be surprised anymore. This government is known to be breaching all protocols. What else to say? Ask the government. So Mr. Shashi has just Well, ask Mr. Tharoor. commented that he's going for it. Ask Mr. Tharoor that if I think all of us who are in the party, if our leaders don't get invited and we get invited, need to question our own conscience and listen to the conscience. The way these invites, politics has been played during inviting or not inviting people, in itself is questionable, and those who accept such an invite is also questionable. കൂടുതൽ വിവരങ്ങളുമായി രാകേഷ് ചേരുന്നുണ്ട്. രാകേഷ്, വിദേശകാര്യവുമായി ബന്ധപ്പെട്ട പാർലമെന്ററി സ്ഥിരം സമിതിയുടെ ചെയർമാനെ ഇത്തരത്തിൽ വിരുന്നുകളിലേക്ക് ക്ഷണിക്കുന്നത് പണ്ട് നടന്നിരുന്ന ഒരു കാര്യമാണ്. അത് വീണ്ടും പുനരാരംഭിച്ചു എന്നാണ് ശശി തരൂർ പറയുന്നത്. ഇതിൽ എത്രത്തോളം രാഷ്ട്രീയമുണ്ട്? അതുപോലെ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇതിലുള്ള പ്രതികരണം എന്താണ്? വീണ്ടും ശശി തരൂർ BJP-യിലേക്കോ എന്നൊരു സംശയം ഉയരുകയാണോ ഇപ്പോൾ? ശശി തരൂരും കോൺഗ്രസും തമ്മിലുള്ള അകൽച്ച വർദ്ധിച്ചു തുടങ്ങിയിട്ട് ഏറെ നാളായി. കാരണം പലപ്പോഴായി ശശി തരൂർ പല വിഷയങ്ങളിലും പാർട്ടിക്ക് വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിപ്പോൾ നേരത്തെ ഏപ്രിൽ 22 ഭീകരാക്രമണം ആവട്ടെ, അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ പലപ്പോഴും അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സമയത്ത് തരൂർ അതിനെ പിന്തുണയ്ക്കുന്ന നിലപാട്, സർക്കാരിനെ പിന്തുണയ്ക്കുന്ന നിലപാട് പലപ്പോഴും സ്വീകരിച്ചു. മോദിയെ പലപ്പോഴും പല വേദികളിലും പ്രശംസിച്ചു. അടുത്തിടെ കുടുംബാധിപത്യത്തിനെതിരെ അദ്ദേഹം ലേഖനം എഴുതി. അതൊക്കെ തന്നെ കോൺഗ്രസും തരൂരും തമ്മിലുള്ള അകൽച്ച വർദ്ധിപ്പിച്ചതാണ്. അതിനിടയിലാണ് പുതിയ വിഷയം കടന്നു വന്നിരിക്കുന്നത്. വ്ളാദിമിർ പുതിന് അത്താഴ വിരുന്ന് ഒരുക്കിയതുമായി ബന്ധപ്പെട്ട്, രാഷ്ട്രപതി ഭവനിലേക്ക് അത്താഴ വിരുന്ന് ഒരുക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പുതിയ വിവാദം ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. കാരണം രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവാണ് പാർട്ടി അധ്യക്ഷൻ കൂടിയായ മല്ലികാർജ്ജുൻ ഖാർഗെ. രാഹുൽ ഗാന്ധി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ്. ഈ രണ്ട് നേതാക്കൾക്കും അത്താഴ വിരുന്നിലേക്ക് ക്ഷണമുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ശശി തരൂരിനെ ക്ഷണിക്കുന്നത്. അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പാർലമെന്ററി സമിതിയുടെ, വിദേശകാര്യ സമിതിയുടെ ചെയർമാൻ എന്ന നിലയ്ക്ക് ആണ് തന്നെ വിളിച്ചതെന്ന വിശദീകരണമൊക്കെ തന്നെ അദ്ദേഹം നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ട് മറ്റ് നേതാക്കളെ വിളിച്ചില്ല എന്ന് തനിക്കറിയില്ല, പക്ഷെ താൻ എന്തായാലും പങ്കെടുക്കും. നേരത്തെ ഇത്തരത്തിൽ വിദേശകാര്യ സമിതിയുടെ ചെയർമാൻമാരെ വിളിക്കുന്ന പതിവുണ്ടായിരുന്നു. ആ കീഴ്വഴക്കം പിന്നീട് തെറ്റിച്ചതാണ്. അതിപ്പോൾ തന്നെ വിളിച്ചുകൊണ്ട് പുനരാരംഭിച്ചിരിക്കുന്ന എന്ന വിശദീകരണമൊക്കെ തന്നെയാണ് തരൂർ നൽകിയതെങ്കിൽ പോലും പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെ ക്ഷണിക്കാതിരിക്കുമ്പോൾ തരൂർ എന്തുകൊണ്ട് പങ്കെടുത്തു? ആ ചോദ്യമാണ് കോൺഗ്രസ് നേതാക്കളിൽ തന്നെ ഉന്നയിക്കുന്നത്. കാരണം ഇതിനൊരു രാഷ്ട്രീയ നീക്കം കൃത്യമായിട്ടുണ്ട്. എന്തുകൊണ്ട് നമ്മൾ ആ കളിയുടെ ഭാഗമാകണം, അത് തിരിച്ചറിയാതെ പോകരുത് എന്ന പ്രതികരണമാണ് കോൺഗ്രസ് നേതാവ് പവൻ ഖേരയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. കാരണം പവൻ ഖേര പ്രതികരിച്ചിരിക്കുന്നത് തരൂർ താൻ പങ്കെടുക്കുമെന്ന് ഇന്നലെ രാത്രി തന്നെ അറിയിച്ചതിന് ശേഷമാണ് പവൻ ഖേര അത്തരത്തിലൊരു പ്രതികരണം നടത്തിയിട്ടുള്ളത്. കാരണം തന്നെ തരൂരിൻ്റെ ഈ പ്രതികരണം അത്ഭുതപ്പെടുത്തി എന്നുകൂടി അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. ഏതായാലും ശശി തരൂർ ഈ അത്താഴ വിരുന്നിൽ പങ്കെടുത്തിട്ടുണ്ട്. മാത്രമല്ല അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിക്കുന്നത് രാഹുൽ ഗാന്ധി അടുത്തിടെ നടത്തിയ ചില പരാമർശങ്ങൾ കൂടി കൂട്ടി വായിക്കുമ്പോഴാണ്. കാരണം സാധാരണഗതിയിൽ ഇത്തരത്തിൽ വിദേശ പ്രതിനിധി സംഘങ്ങൾ രാജ്യത്തെത്തുമ്പോൾ അവരുമായി കൂടിക്കാഴ്ച നടത്താൻ പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ അനുവദിക്കാറുണ്ട്. അത്തരത്തിൽ കൂടിക്കാഴ്ചകൾ നടക്കാറുണ്ട്. രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞത് വാജ്പേയിയുടെ കാലത്ത് പ്രതിപക്ഷ നേതാക്കളുമായി അത്തരത്തിൽ കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നൽകിയിട്ടുണ്ട്, കൂടിക്കാഴ്ചകൾ നടന്നിട്ടുണ്ട്. പിന്നീട് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായി, അപ്പോഴും പ്രതിപക്ഷ നേതാക്കൾ ഇത്തരത്തിൽ വിദേശ പ്രതിനിധി സംഘത്തെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്തവണ റഷ്യൻ സംഘം വന്നപ്പോൾ അത്തരമൊരു കൂടിക്കാഴ്ചയ്ക്ക് കേന്ദ്രം അനുമതി നൽകുന്നില്ല എന്നടക്കം കടുത്ത വിമർശനം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോഴാണ് ഇത്തരത്തിൽ ഈ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളെ ക്ഷണിക്കാതിരിക്കുകയും പകരം
ശശി തരൂർ അവിടെ ക്ഷണിക്കുകയും അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്യുന്നത്. ഇതാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഇനി ഏതായാലും തരൂർ ഈ വിഷയത്തിൽ എന്ത് പ്രതികരിക്കുമെന്നുള്ളത് നിർണായകമാണ്. ഈ ആഴ്ച ഇത്തരത്തിൽ ഇത് തരൂരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തരൂരുമായി ബന്ധപ്പെട്ട് വരുന്ന രണ്ടാമത്തെ വിവാദമാണ്. കാരണം അടുത്തിടെ കഴിഞ്ഞ ദിവസം പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്തുന്നതിനെതിരെ അദ്ദേഹം കടുത്ത വിമർശനം പ്രതിപക്ഷത്തിനെതിരെ അടക്കം ഉന്നയിച്ചിരുന്നു. ജനാധിപത്യത്തിന് ചേർന്നതല്ല എന്നടക്കമുള്ള വിമർശനങ്ങൾ തരൂരിന്റെ ഭാഗത്തുനിന്നുണ്ടായി. സർക്കാരും എതിരെയും അന്ന് വിമർശനമുണ്ടായിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ഏതായാലും റഷ്യൻ സംഘത്തിന് രാഷ്ട്രപതി ഭവനിൽ ഒരുക്കിയ അത്താഴ വിരുന്നിൽ തരൂർ പങ്കെടുത്തതും പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കളെ ക്ഷണിക്കാതിരുന്ന ഘട്ടത്തിൽ. ശരി, രാകേഷാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ ഫിഫയുടെ പ്രഥമ സമാധാന പുരസ്കാരം ഏറ്റുവാങ്ങിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വാഷിംഗ്ടൺ DC-യിലെ ജോൺ എഫ് കെന്നഡി സെന്ററിൽ ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോ ട്രംപിന് അവാർഡ് സമ്മാനിച്ചു. ലോകകപ്പ് ടീമുകളുടെ ഗ്രൂപ്പ് നറുക്കെടുപ്പിനിടെയായിരുന്നു അവാർഡ് ദാനം. This is your prize. This is your peace prize. There is also a beautiful medal for you that you can wear everywhere you want to go. Right now. Okay, let me hold. Fantastic. Excellent. This is truly one of the great honors of my life. And beyond awards, Johnny and I were discussing this. We saved millions and millions of lives. കൂടുതൽ വിവരങ്ങളുമായി അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. അഭിലാഷ്, സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലക്ഷ്യമിട്ടിരുന്ന ട്രംപിനെ തേടിയാണ് ഇപ്പോൾ ഫിഫയുടെ പ്രഥമ സമാധാന പുരസ്കാരം എത്തിയിരിക്കുന്നത്, അല്ലേ? അനുശ്രീ, അതെ. ഇപ്പോൾ ഫിഫയുടെ പ്രഥമ സമാധാന പുരസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേടിയിരിക്കുന്നു. അദ്ദേഹം വളരെ സന്തോഷവാനായിട്ടാണ് ആ ഒരു പുരസ്കാരം ഏറ്റുവാങ്ങിയിരിക്കുന്നത്. പാണ്ടിപ്പട എന്ന് പറഞ്ഞ സിനിമയിൽ പ്രകാശ് രാജിൻ്റെ ഒരു സീനുണ്ട്. അതായത് പൂമ്പാറ്റയെ പിടിക്കാൻ പോയിട്ട് മൊയലിനെ വെടിവെച്ചിട്ട് കൊണ്ടുവരുന്ന ഒരു സീൻ. അതാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്. സമാധാന നൊബേൽ വാങ്ങാനായി കൊതിച്ചിരുന്ന ഡൊണാൾഡ് ട്രംപിന് അത് കിട്ടിയില്ല. പകരം ഫിഫയുടെ ഒരു സമാധാന പുരസ്കാരം ആദ്യമായിട്ടുള്ള ഫിഫ ആദ്യമായി നൽകുന്ന ഒരു സമാധാന പുരസ്കാരം അത് ഡൊണാൾഡ് ട്രംപ് നേടിയിരിക്കുന്നു. ഗാസയിലടക്കം വലിയ ഒരുപാട് ആളുകളുടെ ജീവൻ രക്ഷിച്ചു എന്നുള്ള അവകാശവാദമാണ് ഡൊണാൾഡ് ട്രംപ് അവിടെ ഉന്നയിച്ചത്. ഒരുപാട് ലോകത്തെ തന്നെ വിവിധ യുദ്ധങ്ങൾ എട്ടിലധികം യുദ്ധങ്ങൾ തങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിഞ്ഞു. അതിൽ ഇന്ത്യയും പാകിസ്ഥാനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ യുദ്ധം അല്ലെങ്കിൽ സംഘർഷം താൻ ഇടപെട്ട് ഒഴിവാക്കിയെന്ന് നിരന്തരമായി അവകാശവാദം ഉന്നയിക്കുന്ന ഡൊണാൾഡ് ട്രംപിനാണ് ഇപ്പോൾ ഫിഫ അമേരിക്കയിൽ വെച്ച് വാഷിംഗ്ടൺ DC-യിലേക്ക് ജോൺ എഫ് കെന്നഡി സെൻറ്ററിൽ വെച്ച് ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റാനിയോ ഇത്തരത്തിലൊരു പുരസ്കാരം നൽകിയിരിക്കുന്നത്. സ്വർണ്ണത്തിൽ തീർത്ത പുരസ്കാരമാണ്. അതിൽ മെഡലും ഒരു അവാർഡുമുണ്ട്, മെമൻറ്റോയുമുണ്ട്. ഇത് രണ്ടും സമ്മാനിച്ചു. വേൾഡ് കപ്പിലെ ടീം നറുക്കെടുപ്പ്, അതായത് ഗ്രൂപ്പ് ടീം നറുക്കെടുപ്പ് നടക്കുന്ന വേദിയിൽ വെച്ചിട്ടായിരുന്നു ആദ്യമായിട്ട് ഇത്തരത്തിലൊരു സമാധാന പുരസ്കാരം അത് കൈമാറുന്നത്. അത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനാണ്. ഡൊണാൾഡ് ട്രംപ് ജിയാനിക്ക് വലിയ അഭിനന്ദനങ്ങൾ നേർന്നു, തൻ്റെ നന്ദി അറിയിച്ചു. ഇത്തരത്തിൽ മാത്രമല്ല ഫിഫ ഈ ലോകത്തെ യുദ്ധങ്ങൾ അവസാനിപ്പിക്കുന്നതിന് ഫിഫയ്ക്കും വലിയ പങ്കുണ്ടെന്നൊക്കെയുള്ള വാദങ്ങളാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് പുരസ്കാരം ഏറ്റുവാങ്ങുമ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്നത്. വലിയ സന്തോഷത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ഇരു നേതാക്കളും, അതായത് ആദ്യത്തെ സമാധാന പുരസ്കാരം ഡൊണാൾഡ് ട്രംപിന് നൽകാൻ കഴിഞ്ഞതിൽ വലിയ അഭിമാനമുണ്ടെന്നാണ് ഫിഫ പ്രസിഡന്റ് വേദിയിൽ പറഞ്ഞത്. അങ്ങനെ ലോകത്തെ വലിയ യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു എന്ന് സ്വയം അവകാശപ്പെടുന്ന ഡൊണാൾഡ് ട്രംപിന് ഇന്നൊരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നു, സമാധാന പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. വരുന്ന വർഷങ്ങളിലെ നൊബേൽ സമ്മാനം തനിക്ക് തന്നെ താൻ നേടിയെടുക്കുമെന്നുള്ള ഒരു ശക്തമായ ഒരു ലക്ഷ്യം വെച്ചാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് പോകുന്നത്. നേരത്തെ പാകിസ്ഥാൻ നേരിട്ട് പ്രത്യക്ഷമായി തന്നെ പറഞ്ഞിരുന്നു ഡൊണാൾഡ് ട്രംപ് സമാധാന പുരസ്കാരം അർഹിക്കുന്നുണ്ട്, അദ്ദേഹത്തെ സമാധാന പുരസ്കാരത്തിന് തങ്ങൾ നോമിനേറ്റ് ചെയ്തിരുന്നു എന്നുള്ള കാര്യം പാകിസ്ഥാൻ അടക്കമുള്ള ചില രാജ്യങ്ങൾ പറഞ്ഞിരുന്നതാണ്. ഇപ്പോൾ ഫിഫ കൂടി ഡൊണാൾഡ് ട്രംപിന് അനുകൂലമായ ഒരു നിലപാടെടുത്തിരിക്കുന്നു. അപ്പോൾ ഒരുപക്ഷെ അടുത്ത വർഷത്തെ നൊബേൽ സമ്മാനം അല്ലെങ്കിൽ വരുന്ന വർഷങ്ങളിലെ നൊബേൽ സമ്മാനം ഡൊണാൾഡ് ട്രംപിനെ കാത്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അഭിലാഷ് നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് ദൃശ്യങ്ങൾ കണ്ടപ്പോൾ തോന്നിയത് എനിക്ക് കാറ് തള്ളാൻ വേറൊരാളുടെ സഹായം വേണ്ടാന്ന് CID മൂസയിലൊക്കെ പറയുന്നത് പോലെ
ട്രോഫി തരാൻ, എനിക്ക് അവാർഡ് തരാൻ ആരുടെയും സഹായം വേണ്ടെന്ന് പറഞ്ഞ പോലെ ട്രംപ് തന്നെ എടുത്ത് കഴുത്തിലേക്ക് ഇടാണ്. ജിയാനി, നമ്മൾ ആ വീഡിയോയിൽ കണ്ടതുപോലെ ജിയാനി പറയുന്നുണ്ട് താങ്കൾക്ക് തന്നെ അത് ആ മെഡൽ എടുത്ത് കഴുത്തിലാണ് ധരിക്കാം, അതിനുശേഷം താങ്കൾക്ക് അത് ധരിച്ചുകൊണ്ട് ലോകത്ത് എവിടെയും പോകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ആ ഒരു മെഡൽ ധരിക്കുന്നത്. ഇപ്പോൾ ഇനി 2026 വേൾഡ് കപ്പ് നടക്കാനിരിക്കുകയാണ്. അതിൻ്റെ ടീം ഗ്രൂപ്പ് നറുക്കെടുപ്പ് നടക്കുന്ന വേദിയിൽ വെച്ചിട്ടാണ് ഇത്തരത്തിലൊരു സമാധാന പുരസ്കാരം, ലോകത്തെ ഫിഫ നൽകുന്ന ആദ്യത്തെ സമാധാന പുരസ്കാരം അത് ഡൊണാൾഡ് ട്രംപിന് ലഭിച്ചിരിക്കുന്നു. പൂർണ്ണമായും സ്വർണ്ണത്തിൽ തീർത്ത മെമൻറ്റോയാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും ഡൊണാൾഡ് ട്രംപിൻ്റെ താൻ ആഗ്രഹിച്ചത് കിട്ടിയില്ലെങ്കിലും ഏറെക്കുറെ അതുപോലെ ഒരു സാധനം ഡൊണാൾഡ് ട്രംപ് നേടിയെടുത്തിരിക്കുന്നു. അനുശ്രീ. ശരി, അഭിലാഷ് രാധാകൃഷ്ണനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള സമയം ഒരാഴ്ച കൂടി നീട്ടി. എന്യൂമറേഷൻ ഫോം 18 വരെ സ്വീകരിക്കും. കരട് പട്ടിക 23-ന് പുറത്തിറക്കും. ഫെബ്രുവരി 21-ന് അന്തിമ പട്ടിക പൂർത്തിയാകും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ചർച്ച ചെയ്യാൻ ഇന്ന് വീണ്ടും രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ചേരും. രാവിലെ 11-ന് തിരുവനന്തപുരത്താണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച യോഗം ചേരുക. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചരണം നടക്കുന്നതായി കണ്ടെത്തൽ. ഇതിൽ ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ബന്ധപ്പെട്ട അധികൃതർ വ്യക്തമാക്കി. തെറ്റിദ്ധാരണ പരത്തുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള നീക്കത്തിലാണ് തെരഞ്ഞെടുപ്പ് വിഭാഗം. SIR-മായി ബന്ധപ്പെട്ട് ജനങ്ങളെ ഇടയിൽ ഭീതി പടർത്തുന്ന രീതിയിലുള്ള വോയിസ് ക്ലിപ്പുകളും വീഡിയോകളും ഇപ്പോഴും വ്യാപകമായി പ്രചരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് പ്രധാനമായിട്ട് കഴിഞ്ഞ ദിവസം കണ്ടുള്ള ഫോൺ നമ്പർ ആഡ് ചെയ്തില്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാകും എന്നുള്ളൊരു സന്ദേശമാണ്. അത് തികച്ചും വസ്തുതാവിരുദ്ധമാണ്. ഫോൺ നമ്പർ ഒരു മാൻഡേറ്ററി ഫീൽഡ് അല്ല. ഈ ഫോമിൽ സബ്മിഷൻ ചെയ്യാനുള്ള ഫോമുകളിൽ മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തതിന് ശേഷമാണ് സബ്മിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫോൺ നമ്പർ ഇല്ലെങ്കിലും ആധാർ കാർഡ് നമ്പർ ഇല്ലെങ്കിലും ഈ വോട്ടർ പട്ടികയിൽ പേര് വരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാവരുടെയും ഫോം ഒപ്പിട്ട് BLOമാരെ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസറെ തിരിച്ചേൽപ്പിക്കാനുള്ള ഒരു സംവിധാനത്തിലേക്ക് എല്ലാവരും ശ്രദ്ധിക്കണം എന്നുള്ളത് മാത്രമാണ് ഈ സമയത്ത് പറയാനുള്ളത്. കണ്ണൂരിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ സെപ്റ്റിക് ടാങ്ക് കുഴിയിൽ വീണ് 3 വയസ്സുകാരൻ മരിച്ചു. കതിരൂർ സ്വദേശി അൻഷലിന്റെ മകൻ മാർവാനാണ് മരിച്ചത്. ശനിയാഴ്ച വൈകിട്ട് അങ്കനവാടിയിൽ നിന്ന് വീട്ടിലെത്തി തൊട്ടടുത്തുള്ള കുടുംബ വീട്ടിൽ കളിക്കാൻ പോയതായിരുന്നു. കുട്ടിയെ കാണാതായതിനെ തുടർന്ന് തെരച്ചിൽ നടത്തുന്നതിനിടെയായിരുന്നു കുടുംബ വീടിനോട് ചേർന്ന് പുതുതായി നിർമ്മിക്കുന്ന വീടിന്റെ സെപ്റ്റിക് ടാങ്കിൽ ബോധരഹിതനായി വീണ് കിടക്കുന്നത് കണ്ടത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. രാവിലെയിൽ ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്കൊക്കെ മടങ്ങിയെത്താം. വാർത്തകളിലേക്കാണ്. തിരുവനന്തപുരം നഗരസഭയിൽ ഭരണമാറ്റത്തിന് ജനങ്ങൾ കാത്തിരിക്കുകയാണെന്ന് നല്ല ഭൂരിപക്ഷത്തിൽ BJP അധികാരത്തിലെത്തുമെന്നും VV രാജേഷ്. അധികാരത്തിലേറിയാൽ 45 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രിയെ തലസ്ഥാനത്തെത്തിക്കാൻ രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തുമെന്നും രാജേഷ് പറഞ്ഞു. കൊടുങ്ങാനൂർ വാർഡിലാണ് BJP സംസ്ഥാന സെക്രട്ടറി കൂടിയായ രാജേഷ് മത്സരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് തുടങ്ങാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. വലിയ പ്രതീക്ഷയോടുകൂടി BJP കാണുന്ന നഗരസഭയാണ് തിരുവനന്തപുരം. ഇത്തവണ തിരുവനന്തപുരം നഗരസഭ പിടിക്കുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് BJPയുടെ നേതാക്കൾ. BJPയുടെ പ്രധാന നേതാവായ VV രാജേഷ് സംസ്ഥാന സെക്രട്ടറി മത്സരിക്കുന്നത് കൊടുങ്ങാനൂർ വാർഡിലാണ്. എങ്ങനെയുണ്ട്? ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഉള്ളത് തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ. എത്രത്തോളം ആത്മവിശ്വാസമുണ്ട് BJPക്ക്? എനിക്ക് തോന്നുന്നു ഞങ്ങളെക്കാൾ കൂടുതൽ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. 9-ാം തീയതി രാവിലെ 7 മണിയായി കഴിഞ്ഞാൽ ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആര്യ രാജേന്ദ്രനെയും സംഘത്തെയും ഈ കോർപ്പറേഷനിൽ നിന്ന് പുറത്താക്കി ഈ കോർപ്പറേഷന് ഒരു നല്ല ഭരണം നടത്തുവാനുള്ള കരങ്ങളിൽ ഏൽപ്പിക്കാൻ വേണ്ടി ജനങ്ങൾ കാത്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഓരോ നിമിഷവും ആത്മവിശ്വാസം കൂടുതലാണ്. പ്രധാനമന്ത്രി 45 ദിവസത്തിന് തിരുവനന്തപുരത്ത് വരുമെന്ന് പറഞ്ഞതും ഒളിമ്പിക്സിന്റെ ഏതെങ്കിലും ഒരു ഇനം തിരുവനന്തപുരത്ത് ഞങ്ങൾ കൊണ്ടുവരും എന്ന് പറഞ്ഞു നോക്കെ തന്നെ CPM-നെ മന്ത്രി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവരെ വളരെ അങ്കലാപ്പിലാക്കിയിരിക്കുകയാണ്. ഞങ്ങൾ ചോദിക്കുന്നത് പൂച്ചയ്ക്ക് എന്താ പുന്നൽ കൊടുത്തിടത്ത് കാര്യം? ഞങ്ങൾ BJP നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റ്, BJPയുടെ നേതൃത്വം കൊടുക്കുന്ന കോർപ്പറേഷൻ ഭരണം, ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തി ഇത് കൊണ്ടുവരും. അതിൽ ഇവർക്ക് ഇത്ര അങ്കലാപ്പ് എന്താ? അപ്പോൾ ജനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. CPM-ന്റെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. കൊടുങ്ങാനൂർ വാർഡിൽ BJPയുടെ മേയർ സ്ഥാനാർത്ഥി അടക്കം തോൽക്കാൻ പോവുകയെന്നാണ് പറയുന്നത്. അല്ല, ഞങ്ങളുടെ പാർട്ടിയിൽ മേയർ സ്ഥാനാർത്ഥിയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല.
ഇവർക്ക് കൊടുങ്ങാനൂർ വാർഡിനെ കുറിച്ചും BJPയുടെ പ്രവർത്തനത്തെ കുറിച്ചുള്ള അങ്കലാപ്പ് എന്തിനാ? ഞങ്ങളുടെ വാർഡിൽ ഞങ്ങൾ നോക്കിക്കോളാം. ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ CPM-ന്റെ മേയർ സ്ഥാനാർത്ഥിമാർ തോറ്റ ചരിത്രമാണുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ജയൻ ബാബു എന്ത് സംഭവിച്ചു? അതോടൊപ്പം തന്നെ നമ്മുടെ കഴിഞ്ഞ സിറ്റിംഗ് മേയറായിരുന്ന ശ്രീകുമാർ, ഞാൻ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്നില്ല, ഇവർ ഈ ഭാഷ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്തായാലും കൊടുങ്ങാനൂർ ഉൾപ്പെടെ ഞങ്ങൾ മത്സരിക്കുന്ന വാർഡുകളിൽ ഉള്ള സ്ഥാനാർത്ഥികളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. ശിവൻകുട്ടി മുൻ മേയർ, ഇപ്പോഴത്തെ മന്ത്രി, ബഹുമാനപ്പെട്ട അദ്ദേഹം മറുപടി പറയേണ്ടത് വിളപ്പിൽശാല മുതൽ തകർന്ന് തരിപ്പണമാക്കിയ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച വേസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ച് പറയണം. അദ്ദേഹത്തിന്റെ കാലത്ത് ആരംഭിച്ചതല്ലേ വിളപ്പിൽശാല മുതൽ ആര്യ രാജേന്ദ്രൻ വരെ നടപ്പിലാക്കിയ മാലിന്യ സംസ്കരണ പദ്ധതികൾ പരാജയപ്പെട്ടതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ CPM തയ്യാറുണ്ടോ? തെരുവു നായ്ക്കളെ വന്ധ്യകരിച്ചു എന്ന് പണം എഴുതിയെടുത്തിട്ടും വീണ്ടും തെരുവു നായ്ക്കൾ വർദ്ധിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ? നടക്കാത്ത ആറ്റുകാൽ പൊങ്കാലയുടെ പേരിൽ പണം തട്ടിച്ചതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ? ഞങ്ങൾ മത്സരിക്കുന്ന വാർഡിനെ കുറിച്ച് ഞങ്ങൾ നോക്കിക്കോളാം. കിച്ചൺ ബിൻ അഴിമതി BJP ആരോപണം ഉന്നയിച്ചത്, അതിന് മറുപടി പറയുന്നത് ഏറ്റവും മികച്ച വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണ മാതൃകയാണ് കിച്ചൺ ബിൽ. ആ പദ്ധതി പലപ്പോഴും പരാജയപ്പെടുത്താൻ BJP വലിയ ശ്രമം നടത്തി, എന്നിട്ടും വിജയിച്ച പദ്ധതി എന്നാണ് VK പ്രശാന്ത്, മുൻ മേയർ കൂടിയായ ഇവിടുത്തെ MLA പറയുന്നത്. അതെങ്ങനെയാണ് അവർക്ക് ഭൂരിപക്ഷമുള്ള ഒരു കോർപ്പറേഷനിൽ ഒരു പദ്ധതി ഞങ്ങൾ വിചാരിച്ചാൽ പരാജയപ്പെടുത്താൻ പറ്റുന്നത്? പല വീടുകളിലും പോയി ഇത് വലിയ കുഴപ്പമുണ്ടാക്കാൻ പോകുന്ന പദ്ധതിയാണ്, നിങ്ങൾക്ക് വീടുകളിൽ പ്രശ്നമുണ്ടാകുമെന്ന ക്യാമ്പയിൻ BJP നടത്തിയെന്നാണ് ആരോപിക്കുന്നത്. അല്ല, അത് വിജയിക്കുന്ന പദ്ധതിയാണെന്നുണ്ടെങ്കിൽ ജനങ്ങളെ ഞങ്ങളുടെ ക്യാമ്പയിൻ തള്ളിക്കളയൂലേ? ഞങ്ങളങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തില്ല. ഇവർക്ക് ഭൂരിപക്ഷം കൊടുത്തിട്ട് അവർക്ക് ഭരിക്കാൻ സാധിക്കാത്തതിന് പ്രശാന്ത് മേയറായിരുന്നപ്പോൾ ഉൾപ്പെടെ വൻ അഴിമതികൾ നടന്നിട്ടുണ്ട്. ഞാൻ ഒരൊറ്റ ചോദ്യമാണ് ചോദിക്കുന്നത്. ഒരു കിച്ചൺ ബിന്നിന് ഒരു മാസം 1.5 കിലോ ഇനോക്കുലമാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ കോർപ്പറേഷൻ വിതരണം ചെയ്തിട്ടുള്ള 60,000 കിച്ചൺ ബിന്നിന് 90,000 ഇനോക്കുലം വേണം. പക്ഷേ കോർപ്പറേഷൻ ഇപ്പോൾ വാങ്ങുന്ന 3,000 കിലോയാണ്. അതായത് 2,000 കിച്ചൺ ബിൻ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളത് കോർപ്പറേഷൻ സമ്മതിക്കുകയാണ്. അപ്പോൾ 58,000 കിച്ചൺ ബിൻ എന്ത് ചെയ്യുന്നു? ഒന്നുകിൽ പരാജയപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങൾ വിതരണം ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഓരോ പദ്ധതിയും ഞങ്ങൾ കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഇന്നുവരെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചിട്ടുള്ള CPM മേയർമാരിൽ ജീവിച്ചിരിക്കുന്ന മുഴുവൻ മേയർമാരുമായിട്ട് ഞങ്ങൾ ആരോഗ്യകരമായ സംവാദത്തിന് തയ്യാറാണ്. 45 വർഷത്തെ നിങ്ങളുടെ ഭരണ പരാജയത്തെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾ ആരോഗ്യകരമായ സംവാദത്തിന് തയ്യാറുണ്ടോ? നിങ്ങൾ സമയം നിശ്ചയിച്ചോ? അവർ അതിന് തയ്യാറാകാത്തതുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഒളിമ്പിക്സ് നടത്താൻ സാധ്യതയില്ല, നരേന്ദ്രമോദി വരെ, ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവായിട്ടുള്ള നരേന്ദ്രമോദി, ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുമെന്ന് ഞങ്ങൾ പറയുമ്പോൾ ഇവർക്കത്ര അങ്കലാപ്പ് എന്തിനാ? ഞങ്ങൾ പ്രധാനമന്ത്രിയുടെ വരും, ഞങ്ങളുടെ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ വികസനത്തിനുള്ള ഡയറക്ഷൻ തരും, കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് തരും. ഒരു അഴിമതിയും നടത്താതെ സുതാര്യമായിട്ട് ഞങ്ങളത് വിനിയോഗിക്കും. 5 വർഷം കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച 3 നഗരങ്ങളിൽ ഒന്നായി തിരുവനന്തപുരം മാറും. എത്ര സീറ്റ് കിട്ടും BJPക്കും BJP മുന്നണിക്കും? നഗരഭരണത്തിന് 101 സീറ്റാണ് ആകെ ഉള്ളത്. 51 കിട്ടിയാൽ ഭരിക്കാം. എത്ര സീറ്റ് കിട്ടും? സീറ്റിന്റെ എണ്ണമൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞ് പറയാം. കാരണം ഓരോ ദിവസം കഴിയുന്തോറും സീറ്റുകളിലൊക്കെ തന്നെ വലിയ മുന്നേറ്റമാണ്. ഇപ്പോൾ ഒരു എണ്ണം ഇപ്പോൾ നിങ്ങളുടെ പറഞ്ഞാൽ കുറഞ്ഞു പോകും. 2 ദിവസം കൂടെ കഴിഞ്ഞ് പറയാം. എന്തായാലും ഭരണം BJP നല്ല ഭൂരിപക്ഷത്തിൽ ഭരിക്കും. 50 അടിക്കും. എന്തായാലും 50ക്ക് മുകളിൽ പോകും എങ്കിലേ ഭരിക്കാൻ സാധിക്കുള്ളൂ. NDA ദേശീയ ജനാധിപത്യ BJPക്കും ഘടകകക്ഷികൾക്കും സീറ്റുണ്ടാവും. ഞങ്ങൾ നല്ല മാർജിനിൽ ഞങ്ങൾ ഭരിക്കും. ഇതാണ് BJPയുടെ ആത്മവിശ്വാസം. ഈ അവസാന മണിക്കൂറുകളിലും BJP ക്യാമ്പ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഇത്തവണ തിരുവനന്തപുരം നഗരഭരണത്തിന് മാറ്റമുണ്ടാകും. BJPയുടെ മേയർ തിരുവനന്തപുരം നഗരസഭ ഉണ്ടാകുന്ന ആത്മവിശ്വാസത്തോടു കൂടിയാണ് VV രാജേഷ് അടക്കമുള്ള BJP NDA സ്ഥാനാർത്ഥികളുടെ പ്രചരണം ഈ അവസാന മണിക്കൂറിൽ പുരോഗമിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അംഗം ഇങ്ങ് കേരളത്തിലാണെങ്കിലും വോട്ട് ചെയ്യാൻ അങ്ങ് തമിഴ്നാട്ടിൽ നിന്ന് പോലും ആളെത്തുന്ന ഒരു വാർഡുണ്ട് തിരുവനന്തപുരത്ത്. വിതുര പഞ്ചായത്തിലെ ബോണക്കാട് വാർഡിലാണ് വോട്ട് ചെയ്യാൻ തമിഴ്നാട്ടിൽ നിന്ന് പോലും ആളുകൾ എത്തുന്നത്. തമിഴ്നാട്ടിൽ വോട്ടർമാരുള്ള കേരളത്തിലെ അത്യപൂർവ വാർഡുകളിലൊന്നാണ് തിരുവനന്തപുരത്തെ വിതുര ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡായ ബോണക്കാട്. തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചാൽ അതിർത്തിക്കപ്പുറത്തും ഇപ്പുറത്തും സ്ഥാനാർത്ഥികൾ വോട്ട് തേടി പായുന്നത് ബോണക്കാട് വാർഡിലെ കാഴ്ചയാണ്. 138ഓളം കുടുംബങ്ങളാണ് അതിർത്തി കടന്ന് തമിഴ്നാട്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്നത്. തെങ്കാശി, കടയം, നാഗർകോവിൽ, അംബാസമുദ്രം തുടങ്ങിയ ഭാഗങ്ങളിൽ താമസക്കാരായവരെ തിരഞ്ഞെടുപ്പ് കാലമായാൽ സ്ഥാനാർത്ഥികളും പാർട്ടികളും നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. നിലവിൽ 799 വോട്ടർമാരുള്ള ബോണക്കാട് വാർഡിൽ ഇപ്പോൾ ലയത്തിൽ താമസിക്കുന്നത് 200-നുള്ളിൽ കുടുംബങ്ങൾ മാത്രം. പിന്നെയുള്ള കുറച്ചു കുടുംബങ്ങൾ വിതുരയിലും താമസമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 20 വർഷക്കാലമായി ഈ വാർഡിൽ CPM സ്ഥാനാർത്ഥികളാണ് വിജയിച്ചു വന്നിരുന്നത്. ഇത്തവണ വനിതാ SC സംവരണ വാർഡാണിത്. ഇവിടുത്തെ തൊഴിലാളിയായ CPMലെ ഐ സുധയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി. ആര്യചന്ദ്രനാണ് UDF സ്ഥാനാർത്ഥി. NDA BJP സ്ഥാനാർത്ഥിയായി ശൈലജ മത്സരിക്കുന്നുണ്ടെങ്കിലും മത്സരരംഗത്ത് സജീവമല്ല. കാലങ്ങൾക്ക് മുമ്പ് തെക്കൻ കേരളത്തിലെ പ്രധാനപ്പെട്ട തേയില ഫാക്ടറിയും എസ്റ്റേറ്റും പ്രവർത്തിച്ചിരുന്ന ഉൾവന പ്രദേശമാണ് ബോണക്കാട്.
പ്രതാപകാലത്ത് എസ്റ്റേറ്റിൽ തമിഴ്നാട്ടിൽ നിന്നുമാണ് ഭൂരിഭാഗം തൊഴിലാളികളും കുടിയേറിയത്. പിൽക്കാലത്ത് ഇവർക്ക് റേഷൻ കാർഡും മറ്റു രേഖകളും ലഭിച്ച് ഇവിടുത്തെ ആൾക്കാരായി മാറുകയായിരുന്നു. കാലം പോയപ്പോൾ രാഷ്ട്രീയ പാർട്ടികളെത്തി യൂണിയനുകൾ സംഘടിപ്പിച്ച് തൊഴിലാളികളെ കൂടെ നിർത്തി. എസ്റ്റേറ്റ് അടച്ചുപൂട്ടിയതോടെ ജോലിയില്ലാതെ ഭൂരിഭാഗം തൊഴിലാളികളും അതിർത്തി കടന്നു മടങ്ങി. തെരഞ്ഞെടുപ്പുകൾ വരുമ്പോഴാണ് ഇവരൊക്കെ വീണ്ടും ഇവിടേക്ക് മടങ്ങി വരുന്നത്. ഇപ്പോൾ ലയത്തിലുള്ളവർ തൊഴിലുറപ്പ് തൊഴിൽ ചെയ്താണ് കഴിഞ്ഞു പോകുന്നത്. അരുൺ മോഹൻ, ന്യൂസ് 18, തിരുവനന്തപുരം. കാസർഗോഡ് ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വാശിയേറിയ മത്സരം നടക്കുന്നത് കാഞ്ഞങ്ങാട് നഗരസഭയിലാണ്. ഇരു മുന്നണികളെയും മാറി മാറി തുണച്ച നഗരസഭാ ഭരണം കഴിഞ്ഞ 10 വർഷക്കാലമായി ഇടതിന്റെ കയ്യിലാണ്. എന്നാൽ ഇക്കുറി നഗരസഭാ ഭരണം തിരിച്ചു പിടിച്ചെടുക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് UDF. 10 വർഷമായി കാഞ്ഞങ്ങാട് നഗരസഭ LDF ആണ് ഭരിക്കുന്നത്. 42-ൽ 24 LDF-നാണ്. 13 UDF വിജയിച്ചിട്ടുള്ളത്. 5 BJPയും വിജയിച്ചിട്ടുള്ളത്. എന്തായാലും ഇത്തവണ വാശിയേറിയ പോരാട്ടം നടക്കുന്നത് കാഞ്ഞങ്ങാട് നഗരസഭയിൽ തന്നെയാണ്. കാഞ്ഞങ്ങാട് നഗരസഭ ചെയർമാൻ സ്ഥാനാർത്ഥിയായ VV രമേശൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഒപ്പം UDF-ന്റെ ചെയർമാൻ സ്ഥാനാർത്ഥിയായ MP ജാഫറും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്, പാർട്ടിയുടെ കരുത്തുറ്റ മുഖമാണ്. ഇത്തരത്തിൽ വലിയ ഒരു ആളെയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത്. എന്താണ് കാഞ്ഞങ്ങാട് നഗരസഭയുടെ സാഹചര്യം? കാഞ്ഞങ്ങാട് നഗരസഭ പൊതുവെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ UDF-ന് നല്ല മെജോറിറ്റിയുള്ള നഗരസഭയാണ്. എന്നാൽ 2015 ആ UDF-ന് അനുകൂലമായ നഗരസഭ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. 2015 ശേഷം കാഞ്ഞങ്ങാട്ട് ജനത ആഗ്രഹിക്കുന്ന ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളാണ് കാഞ്ഞങ്ങാട് നടക്കുന്നത്. അതിനു മുമ്പ് അഴിമതിയുടെ ദുർഗന്ധമായിരുന്നു. ബാർ കോഴക്കേസ് ഉൾപ്പെടെയുള്ള പ്രമാദമായ ഒട്ടേറെ അഴിമതി. എന്നാൽ ഈ 10 കൊല്ലത്തിനുള്ളിൽ കാഞ്ഞങ്ങാട് നഗരസഭ കൗൺസിലിനകത്തോ അല്ലെങ്കിൽ കൗൺസിലിന് പുറത്തോ പ്രതിപക്ഷത്തിന് ഒരാരോപണവും ഉന്നയിക്കാൻ വേണ്ടിയിട്ട് അവസരം ഉണ്ടായിട്ടില്ല. അഴിമതി രഹിതമായ ഒരു നഗരഭരണം കാഴ്ചവെക്കാൻ ഇടതുപക്ഷത്തിന് സാധിച്ചു എന്നതാണ് ഏറ്റവും വലിയ നേട്ടം. കാഞ്ഞങ്ങാടിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ തന്നെ 1-ാം സ്ഥാനത്താണ് സമ്പൂർണ്ണ ഭവന പദ്ധതി നടപ്പിലാക്കുന്ന കാര്യത്തിൽ. ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് അല്ലെങ്കിൽ ഒരു സ്വപ്നമാണ് ഒരു വീട് എന്നത്. എന്നാൽ ഇടതുപക്ഷ സർക്കാർ സമ്പൂർണ്ണ ഭവന പദ്ധതി നടപ്പിലാക്കാൻ പ്രഖ്യാപിച്ചപ്പോൾ അത് ഏറ്റവും ആദ്യം ഏറ്റെടുത്ത് ഹെഡ്കോന്ന് 20 കോടി രൂപ വായ്പ എടുത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വീട് നൽകിയ നഗരസഭയായി മാറാൻ കാഞ്ഞങ്ങാടിന് സാധിച്ചു എന്നത് വലിയ നേട്ടമായി ഞങ്ങൾ കാണുന്നു. ചെയർമാൻ ആയി വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനാണ് പ്രഥമ പരിഗണന? ആദ്യ പരിഗണന നഗരത്തിലെ ട്രാഫിക് തടസ്സം മാറ്റുക എന്നാണ്. ട്രാഫിക്കിൻ്റെ കുരുക്കഴിക്കുക. അതിന് കാഞ്ഞങ്ങാട് പട്ടണത്തിൽ 2 ഫുട് ഓവർ നിർമ്മിച്ചാൽ തീർന്ന പ്രശ്നമേ ഉള്ളൂ. അതുകൊണ്ട് ആദ്യം തന്നെ അതിനായിരിക്കും ആദ്യ പരിഗണന. ട്രാഫിക് സംവിധാനം മെച്ചപ്പെടുത്തും. പൂർണ്ണമായും കാഞ്ഞങ്ങാട് പുതിയ ബസ് സ്റ്റാൻഡ് ചാലുവാക്കും, പ്രവർത്തനമാക്കും. അതിനാവശ്യമായ എല്ലാം ഇപ്പോൾ തന്നെ നമ്മൾ കരുതി വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ജനങ്ങളിൽ നിന്നുള്ള ഒരു പ്രതികരണം വരുന്നത്? ജനങ്ങൾ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വീണ്ടും കാഞ്ഞങ്ങാടേക്ക് വന്നത്. മഞ്ചേശ്വരത്തായിരുന്നു കഴിഞ്ഞ 2 വർഷക്കാലം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്ത് ജനവിധി തേടിയിരുന്നു. ആ മഞ്ചേശ്വരത്ത് പാർട്ടി പ്രവർത്തനത്തിലാണ്. കാഞ്ഞങ്ങാടിൻ്റെ ആവശ്യമാണ് വീണ്ടും ഒന്ന് കാഞ്ഞങ്ങാട് വരണമെന്നത്. അതിനാണ് വന്നിരിക്കുന്നത്. തീർച്ചയായും നല്ല ഭൂരിപക്ഷത്തിൽ കാഞ്ഞങ്ങാട് ഇക്കുറി വീണ്ടും ഇടതുപക്ഷം വരുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. UDF നഗരസഭ ചെയർമാൻ സ്ഥാനാർത്ഥി MP ജാഫറും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്തായാലും UDF-നെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഭരിച്ച ഒരു നഗരസഭയാണ്. ഇത്തവണ എങ്ങനെയാണ് ഈ കാഞ്ഞങ്ങാട് നഗരസഭ UDF കാണുന്നത്? കാഞ്ഞങ്ങാട് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം UDF കാണുന്നത് കഴിഞ്ഞ 10 വർഷക്കാലമായി LDF ആണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനു മുമ്പ് ഒരുപാട് കാലം UDF ഭരിച്ചൊരു നഗരസഭയാണിത്. UDF ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നഗരസഭയിൽ UDF ഉണ്ടാക്കിയ വികസനമല്ലാതെ മറ്റൊരു വികസന പ്രവർത്തനങ്ങളോ പുതിയ പദ്ധതികളോ നടപ്പിലാക്കിയതായി LDF-ന് പറയാൻ വേണ്ടി കഴിയില്ല. മാത്രമല്ല UDF ഏതാണ്ട് 90% പൂർത്തീകരിച്ച അലാമിപ്പള്ളി ബസ് സ്റ്റാൻഡ് 2019 ഫെബ്രുവരി 22-ാം തീയതി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഈ നിമിഷം വരെ അതിനെ പൂർണ്ണതോതിൽ പ്രയോജനപ്പെടുത്താനോ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ അതിനെ സജ്ജീകരിക്കാനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നം. അതോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ടടുത്തൊരു ഷീ ലോഡ്ജ് നിർമ്മിച്ചിട്ടുണ്ട്. കേരളത്തിലെ തന്നെ ആദ്യത്തെ ഷീ ലോഡ്ജാണ് VV രമേശൻ ചെയർമാനായിരിക്കുമ്പോൾ നിർമ്മിച്ചത്. പക്ഷേ 2019 ഫെബ്രുവരി 22-ാം തീയതി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഈ നിമിഷം വരെ അത് തുറന്നു കൊടുത്തിട്ടേ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
അതോടൊപ്പം തന്നെ വി രമേശൻ ചെയർമാനായിരിക്കുമ്പോൾ പറഞ്ഞതാണ് മാലിന്യ സംസ്കരണത്തെക്കുറിച്ച്. അതിനുവേണ്ടി തുമ്പൂർ മൊഴി മാലിന്യ സംസ്കരണം എന്ന് പറഞ്ഞുകൊണ്ട് ബസ് സ്റ്റാൻഡിൻ്റെ സ്ഥലത്ത് തന്നെ ആ യാർഡിൽ തന്നെ അവിടെ ഒരു കൂടാരമുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഒരു മാലിന്യവും അവിടെ സംസ്കരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതുപോലെ തന്നെ കാഞ്ഞങ്ങാടിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് കാഞ്ഞങ്ങാട്ടെ നഗരത്തിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ഗതാഗത കുരുക്കാണ്. അതുപോലെ തന്നെ പഴയ ബസ് സ്റ്റാൻഡും അവിടെ നിന്ന് അപ്പുറത്തേക്ക് കടക്കാനുള്ള ജനങ്ങളുടെ പ്രയാസവും വലിയ ഗതാഗത കുരുക്കും ഏറ്റവും വീതി കൂടിയ റോഡുള്ള ഒരു കാഞ്ഞങ്ങാടിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും മർമ്മപ്രധാനമായ ഒരു വിഷയമാണിത്. പക്ഷേ അത് 10 വർഷക്കാലമായിട്ടും KSTP റോഡ് വന്നതോടു കൂടിയിട്ടാണ് ആ ഗതാഗത കുരുക്ക് പൂർണ്ണമായിട്ടും ഉണ്ടായത്. പക്ഷേ 10 വർഷക്കാലം ഭരിച്ചിട്ടും അതിനൊരു പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് മൊത്തത്തിൽ കാഞ്ഞങ്ങാട്ടെ ജനങ്ങൾ UDFന് അനുകൂലമായ ഒരു തരംഗം കാഞ്ഞങ്ങാട് നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും UDF അധികാരത്തിൽ വരികയും ജനോപകാരപ്രദമായ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുമെന്നാണ് പറയാനുള്ളത്. എന്തായാലും LDFന്റെ 10 വർഷത്തെ വികസന മുരടിപ്പ് ചൂണ്ടിക്കാട്ടിയാണ് UDF ഇത്തവണ കളത്തിലുള്ളതെങ്കിൽ പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ച് LDFും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നുണ്ട്. നഗരസഭാ ഭരണം നിലനിർത്താൻ കഴിയുമെന്ന് തന്നെയാണ് LDFും പറയുന്നത്. എന്തായാലും കാഞ്ഞങ്ങാട് നഗരസഭയിലെ പോരാട്ടം തീപാറും. KV ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. ഇനി നമ്മൾ പോകുന്നത് സന്നിധാനത്തേക്കാണ്. ശബരിമലയിൽ തിരക്കേറുകയാണ്. ഇന്നലെ 1 ലക്ഷം തീർത്ഥാടകരാണ് ദർശനം നടത്തിയത്. ബാബറി മസ്ജിദ് ദിനമായതിനാൽ ശബരിമലയിൽ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. ഭക്തർക്ക് നേരിട്ട് നെയ്യഭിഷേകം നടത്താനും ഇന്ന് അനുമതിയില്ല. സന്നിധാനത്തേക്കുള്ള ട്രാക്ടറുകളുടെ നീക്കവും നിയന്ത്രിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട് സന്നിധാനത്ത് നിന്നും. സാരംഗ്, ഗുഡ് മോർണിംഗ്. ഇന്ന് വളരെയധികം തിരക്കുണ്ടോ സന്നിധാനത്ത്? അതുപോലെ തന്നെ ബാബറി മസ്ജിദ് ദിനമായതുകൊണ്ട് തന്നെ എന്തൊക്കെ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്? അനുശ്രീ, ഇന്ന് രാവിലെ തൊട്ട് കനത്ത സുരക്ഷയാണ് ശബരിമല സന്നിധാനത്ത് CRPF പോലീസും മറ്റ് സായുധ സംഘമടക്കം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് സുപ്രധാനമായ ദിവസമായതുകൊണ്ട് തന്നെ ഈ ഭക്തർക്ക് പല കാര്യങ്ങളും നിയന്ത്രണമുണ്ട്. ഈ ഒരു അനുസരിച്ച് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ രാത്രി 11 മണിയോടുകൂടി നട അടക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്ന് രാവിലെയുള്ള തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടി 11:15 കൂടിയാണ് ഇന്നലെ നട അടച്ചത്. അത്രയും പേര് പരമാവധി ഭക്തരെ ഇത്തരത്തിൽ തൊഴുത് മടങ്ങാനുള്ളൊരു സൗകര്യം ഒരുക്കിയിരുന്നു ഇന്നലെ തന്നെ. ഇന്നും അത്തരത്തിൽ പരമാവധി വേഗത്തിൽ തൊഴുത് ദർശനം നടത്തി ഭക്തരെ ഇവിടെ നിന്നും മാറുവാനുള്ള, അതായത് എത്രയും വേഗം ദർശനം നടത്തിക്കൊണ്ടും സുഗമമായി ഈ ദർശനം നടത്താനുള്ള ഒരു സൗകര്യം ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. രാവിലെ തന്നെ ഈ ഒരു സാബട്ടേജ് ടീം അടക്കമുള്ളവർ ഈ ഒരു സന്നിധാനവും പരിസരവുമല്ല, ബോംബ് സ്ക്വാഡ് അടക്കം ഇവിടെ എല്ലാവിധ സുരക്ഷാ ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഇന്നും 11 മണിയോടുകൂടി കൃത്യം 11 മണിയോടുകൂടി നട അടക്കം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ രാത്രി 12 മണി വരെ 1 ലക്ഷത്തിനടുത്ത് 99,000 അധികം ഭക്തരാണ് തൊഴുതിറങ്ങിയത്. തിരക്ക് ചെറിയ രീതിയിൽ വർദ്ധിച്ചു വരുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് രാവിലെ തൊട്ടും ഭക്തരുടെ തിരക്കിൽ വലിയ കുറവൊന്നുമില്ല. ഇന്നും രാവിലത്തെ കണക്കുകൾ ലഭ്യമായിട്ടില്ലെങ്കിലും ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാവുന്നത് രാവിലെ തൊട്ട് തന്നെ തിരക്കുണ്ട്. ഇന്ന് ചില നിയന്ത്രണങ്ങളുണ്ട്, നെയ്ത്തേരികളടക്കം ചില നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിലും ഭക്തർ അതിലൊന്നും പിന്നോട്ട് മാറാതെ ഇന്ന് ഭക്തജന തിരക്ക് ഇന്നും തുടരുകയാണ്. പക്ഷേ അതൊക്കെ അതിനപ്പുറം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇന്ന് കൃത്യമായി സുരക്ഷാ ക്രമീകരണങ്ങൾ, അതായത് പോലീസിലുപരി മറ്റ് കേന്ദ്രസേനയടക്കം ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം 3500 പുതിയ ബറ്റാലിയൻ പോലീസുകാരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷാ വലയത്തിലാണ് ഇന്ന് ശബരിമല മുഴുവൻ ഉള്ളത്. ഇന്നത്തെ ഒരു ദിവസം സുരക്ഷാ സേനയ്ക്കടക്കം വളരെ സുപ്രധാനമാണ്. എല്ലാവരുടെയും ഇത്തരത്തിലുള്ള ഈ ഒരു ഇരുമുടിക്കെട്ടടക്കം ചെക്ക് ചെയ്യുന്നതിൽ, അതായത് സുരക്ഷയുടെ ഭാഗമായി ഇത് പരിശോധിക്കുന്നതിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അത്തരത്തിലുള്ള ക്രമീകരണങ്ങളിലേക്ക് കടക്കില്ല. അതുകൊണ്ട് തന്നെ സംശയമുള്ളവരിലേക്ക് മാത്രമായിരിക്കും ഈ ഒരു ഭക്തരിലേക്ക് ഇറങ്ങിക്കൊണ്ടുള്ള ഇത്തരത്തിലുള്ള ചെക്കിങ്ങുകളും മറ്റും ഉണ്ടാവുക. അല്ലാത്ത പക്ഷം ഇടയ്ക്കിടയ്ക്ക് തന്നെ സന്നിധാനവും പരിസരവും ബോംബ് സ്ക്വാഡ് അടക്കമുള്ളവരുടെ കർശന നിയന്ത്രണത്തിലും പരിശോധനയിലുമാണ് തുടരുന്നത്. പക്ഷേ ഇതൊക്കെ വയ്ക്കാതെ ഇപ്പോൾ ഭക്തജനങ്ങളുടെ തിരക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രാവിലെ തൊട്ട് തന്നെ പുലർച്ചെ തൊട്ട് തന്നെ ഭക്തജനങ്ങളുടെ തിരക്ക് തുടരുകയാണ്. അനുസരിച്ച് ശരി, സാരംഗ് സുധാകരനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ കോഴിക്കോട് ആർട്ടിസ്ട്രി ഷോറൂമിൽ ബ്രാൻഡഡ് വാച്ചുകളുടെ പ്രീമിയം പ്രദർശന വിപണന മേളയ്ക്ക് തുടക്കമായി.
ടൈം അൺവെയിൽസ് എന്ന പേരിൽ ആരംഭിച്ച പ്രദർശനം ഡിസംബർ 21 വരെ നീണ്ടു നിൽക്കും. മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ലോകോത്തര ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് കളക്ഷനുകൾ 50% വരെ കിഴിവുകളോടെ സ്വന്തമാക്കാനും ഉപഭോക്താക്കൾക്ക് അവസരമൊരുക്കിയിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ പ്രീമിയം ബ്രാൻഡുകൾ മുതൽ എല്ലാ വാച്ചുകൾക്കും സൗജന്യ സർവീസിംഗും പോളിഷിംഗും ലഭ്യമാണ്. ടാഗ് ഹെയർ, റാഡോ, ടിസ്റ്റോ, സീക്കോ, സിറ്റിസൺ, ഫോസിൽ, കാസിയോ, ടൈറ്റാൻ തുടങ്ങിയ പ്രീമിയം വാച്ചുകളുടെ എക്സ്ക്ലൂസീവ് കളക്ഷനും പ്രദർശനമേളയിലുണ്ട്. അപൂർവമായ ആന്റിക് വാച്ചുകളും ലക്ഷറി വാച്ചുകളുടെ ലിമിറ്റഡ് എഡിഷനും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തൃശൂർ അയ്യന്തോൾ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അക്വില ഫിനാൻസ് ലിമിറ്റഡിന്റെ പുതിയ 2 ശാഖകൾ പന്തളം, കൊട്ടാരക്കര എന്നീ നഗരങ്ങളിൽ പ്രവർത്തനം ആരംഭിച്ചു. അക്വില ഫിനാൻസ് തെക്കൻ കേരളത്തിലും പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിന്റെ ആദ്യ പടിയായിട്ടാണ് ഈ 2 ശാഖകളെന്നും 2027ഓടെ കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും ശാഖകൾ തുറന്ന് പ്രവർത്തനം വ്യാപിപ്പിക്കുമെന്ന് മാനേജിംഗ് ഡയറക്ടർ ജയകുമാർ പുത്തിരത്ത് അറിയിച്ചു. പന്തളത്ത് കർണാട്ടിക് പിന്നണി ഗായകൻ അനു വി കടമ്മനിട്ടയും കൊട്ടാരക്കരയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് മോഹൻദാസും ഉദ്ഘാടനം നിർവഹിച്ചു. ഡയറക്ടർ ദിവ്യ KR, ബ്രാഞ്ച് ജീവനക്കാർ, തദ്ദേശവാസികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ഇനി രാവിലെയുടെ സ്പെഷ്യൽ സെഗ്മെന്റിലേക്കാണ്. സ്പെഷ്യൽ ഡെയിലി. ബാലരാമപുരത്തെ സജിത്ത്, ശരണ്യ ദമ്പതികളുടെ മകനായ ആദികേശവിന്റെ 3ാം പിറന്നാളാണിന്ന്. ആദികേശവിന് പിറന്നാൾ ആശംസകൾ നേരുകയാണ് ന്യൂസ് 18 കുടുംബത്തിന്റെ പേരിലും. ഹാപ്പി ബർത്ത്ഡേ ആദികേശവ്. പോത്തൻകോട് സ്വദേശി വിശാഖ്, അനീഷ്മ ദമ്പതികളുടെ മകൾ അൻവിക വിശാഖിന്റെ 1ാം പിറന്നാളാണിത്. അൻവികക്കുട്ടിക്ക് ന്യൂസ് 18 കുടുംബത്തിന്റെ പേരിലും പിറന്നാൾ ആശംസകൾ നേരുകയാണ്. ഹാപ്പി ബർത്ത്ഡേ മോളെ. തിരുവനന്തപുരം പേട്ടയിലെ സൂര്യോദയയുടെ 3ാം പിറന്നാളാണിന്ന്. ആശംസകളുമായി അച്ഛൻ സുധിയും അമ്മ ആതിരയുമാണ് ആശംസകൾ അറിയിച്ചിരിക്കുന്നത്. സൂര്യോദയയ്ക്ക് ന്യൂസ് 18 കുടുംബത്തിന്റെ പേരിലും പിറന്നാൾ ആശംസകൾ നേരുകയാണ്. രാവിലെയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.